സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുവചനം. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ? സുവിശേഷത്തിൽ നമ്മൾ ഇടയൻ്റെ ദൗത്യത്തെ പറ്റിയും ഇടയൻ്റെ സവിശേഷതകളെ പറ്റിയും നമ്മൾ വ്യാഖ്യാനിക്കുന്നു. ഇടയൻ മുമ്പേ നടന്ന് തൻ്റെ ആടുകൾക്ക് വേണ്ടി വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നീണ്ട 14 വർഷം അഭിനയ ജോസഫ് പിതാവ് തിരുരൂപതയുടെ ചുമതലയേറ്റതിന് ശേഷം നീണ്ട 14 വർഷം നമ്മുടെ രൂപതയ്ക്കുണ്ടായ ഒരു ഉണർവ് ആത്മീയ സാമൂഹിക വിദ്യാഭ്യാസ തലങ്ങളിൽ പിതാവിൻ്റെ നേതൃത്വപരമായ ആ ഒരു കഴിവ് നമുക്ക് പ്രകടമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സന്തോഷം കൂടിയാണ് ഇന്നേ ദിവസം നമ്മൾ കൂടി വരുന്നത്. നമ്മൾ പിതാവിനെ പ്രത്യേകം ഓർക്കുകയും നമ്മൾ നാമഹതിക തിരുനാളിൻ്റെ മംഗളങ്ങൾ അറിയിക്കുകയും രൂപതയുടെ പദ്ധതികളെ പ്രത്യേകം അവലോകനം ചെയ്ത് അതിൻ്റെ ഭാഗമാകുകയും നമ്മുടെ നല്ല മനസ്സുകൾ പ്രത്യേകം സമർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ അവസരത്തിൽ ഈ യോഗത്തിന് സ്വാഗത പ്രസംഗം ആശംസിക്കുന്നതിനായിട്ട് നമ്മുടെ മേഖലയുടെ പ്രോട്ടോകാരിയും ബത്തേരി രൂപതയുടെ മോശം നിർവഹിക്കുന്ന ഡോക്ടർ ജോർജ് കോലിക്കലച്ചിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ബത്തേരി രൂപതയുടെ അധ്യക്ഷനും CBCയുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുവേലി, രൂപതയുടെ പ്രൊക്കുറേറ്ററും ചീമേരി ലക്കടി ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ചാക്കോ വെള്ളം ചാണ്ടച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, കൽപ്പറ്റ മേഖലയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന എൽദർ പീറ്റർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വിവിധ ഇടവകളിൽ നിന്നും പ്രതിനിധികളായ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇടയനോടൊപ്പം ഈ പേരിനെ അനർത്ഥമാക്കുന്ന ഒരു കൂടിവരവാണ്. ഇടയൻ ആടുകളോടൊപ്പം, ആടുകൾ ഇടയനോടൊപ്പം. നമ്മെ സംബന്ധിച്ച് കൽപ്പറ്റ വൈദികത്തിനെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹീതമായ സന്തോഷകരമായ ഒരു ദിവസമാണ്.
നമുക്കറിയാം വർക്കിംഗ് ഡേ ആണ്. എന്നിരുന്നാലും കൽപ്പറ്റ മേഖലയിലെ 10 പള്ളികളിൽ നിന്ന് ഏകദേശം 480ഓളം കുടുംബങ്ങളുള്ള 10 ഇടവകളിൽ നിന്ന് ഇടവകയുടെ വിവിധ ഇടവകളെ പ്രതിനിധീകരിച്ച് നിങ്ങളിവിടെ സന്നിഹിതരാണ്. മേഖലയിൽ 10 പള്ളികളിലായി 8 വൈദിക ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സമർപ്പിതരും. തത്വത്തിൽ വളരെ ചെറിയ മേഖലയാണ് കൽപ്പറ്റ വൈദിക ജില്ല. എന്നിരുന്നാലും നമ്മുടെ വൈദികരുടെ ജനറൽ അസംബ്ലി അഭിനന്ദ പിതാവ് എടുത്തു പറഞ്ഞു, ചെറിയ ഒരു മേഖലയാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് പുറത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. കാര്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇല്ല എങ്കിലും അജപാലന ശുശ്രൂഷ എല്ലാം, അത് MCMF ആയാലും MCY ആയാലും പിതൃവേദി ആയാലും സൺഡേ സ്കൂൾ ആയാലും എല്ലാം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കൽപ്പറ്റ മേഖല. ഈ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദികരെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെയും സമർപ്പിതരെയും വിവിധ ഇടവകളിൽ നമ്മുടെ സന്നിഹിതരായ ഓരോരുത്തരും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഇത് ഇടയനോടൊപ്പം പ്രോഗ്രാമാണ്. ഇന്നലെ ആരംഭിച്ച ഈ പ്രോഗ്രാം തുടക്കത്തിൽ തന്നെ അഭിമന്യ പിതാവ് പറഞ്ഞു, പിതാവിൻ്റെ നാമകേന്ദ്ര തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടല്ല ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെയോ എൻ്റെ ഒരു രൂപതാധ്യക്ഷൻ എന്ന രീതിയിൽ, പിതാവെന്ന രീതിയിൽ ഇടവക മക്കളോട് സംവദിക്കുവാൻ, അവരോടൊപ്പമായിരിക്കും അവർ പറയുന്നത് കേൾക്കുവാനായിട്ടാണ് ഞാൻ ബത്തേരി രൂപതയുടെ 10 മേഖലകളിലും സന്ദർശിക്കുന്നത്, നിങ്ങളെ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. 72 വയസ്സിൻ്റെ അപൂർണതയിൽ പിതാവ് വളരെ വിശാലമായ രൂപതയുടെ എല്ലാ മേഖലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട സെന്ററുകളിൽ എത്തിച്ചേരുവാനും നമ്മളെ കാണുവാനും അനുഗ്രഹിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനുമായിട്ട് ഏറെ ത്യാഗങ്ങൾ ഏറ്റെടുത്താണ് ഇവിടെ വരിക. ഇന്നലെ ചോക്കാട് നിലമ്പൂർ സൈഡിലും അതുപോലെ തന്നെ കൈപ്പിനി ഇടക്കര മേഖലയിലുമായിട്ട്, നിലമ്പൂർ ഇടക്കര മേഖലയിലായിട്ട് ആദ്യത്തെ ഇടയനോടൊപ്പം പ്രോഗ്രാം നടന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രൂപത അജപാലന സമിതിയിൽ വന്ന ഒരു നിർദ്ദേശമാണ്. അതിന് ഊടും പാവും നൽകി ഒരുപാട് പ്രതീക്ഷകളോടുകൂടി പിതാവ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഡോക്ടർ ജോസഫ് മാർ തോമസ് കുര്യനേരി ബത്തേരി രൂപതയുടെ ചുമതലയേറ്റിട്ട് 14 വർഷങ്ങൾ. ഈ കാലയളവിൽ വിദ്യാഭ്യാസ രംഗത്തും ആത്മീയ രംഗത്തും വയനാടിൻ്റെ മലബാറിൻ്റെ, വയനാട് പ്രത്യേകിച്ച് വയനാടിൻ്റെയും എല്ലാ സാംസ്കാരിക സാമൂഹിക പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരാളാണ് തിരുമേനി. പിതാവിൻ്റെ സാന്നിധ്യം നമുക്കറിയാം, എല്ലാവരും വളരെയധികം, അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസത്തിനൊക്കെ അപ്പുറത്താണ് ആ സ്വാധീനം കാണപ്പെടുന്നതും അത് ചെലുത്തുന്ന ഇൻഫ്ലുവൻസ്, ആ സാന്നിധ്യം ഉളവാക്കുന്ന ബലം, നൽകുന്ന ബലം എന്ന് വേറെ തന്നെയാണ്. പിതാവെ, എനിക്കേറെ സന്തോഷമുണ്ട്. ഒരു ഇടയൻ ആരാണെന്ന് നല്ല ബോധ്യത്തിൽ നിന്നാണ് ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയാറുള്ള കവിതയല്ല, ഒരു ആൽബത്തിൽ കണ്ടവരും അവേഴ്സ് ഇസ് എ വൂണ്ടഡ് വേർഡ്, ഇറ്റ്സ് എ ഹീലിംഗ് ടച്ച്. മറ്റെന്നത്തെക്കാളും ഏറെ മുറിവേൽക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ സൗഖ്യദായകമായ ഒരു സ്പർശം, ഒരു ഇടപെടൽ അത് അത്യാവശ്യമാണ്. ഈ ബോധ്യം, ഈ തിരിച്ചറിവ് വളരെ വ്യക്തമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ രൂപതാധ്യക്ഷൻ. ഒരുപാട് കാര്യങ്ങൾ പിതാവിനെ കുറിച്ച് പറയാനുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, സംസാരിച്ചതാണ്. 2 വർഷവും പിതാവിൻ്റെ ഇടപെടലുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ഇടയിൽ ആടുകളെ അന്വേഷിച്ച് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ആടുകളെ തേടി അവരെ അറിഞ്ഞ് അവരെ ശ്രമിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന പിതാവ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന മിഷണറി മാൻഡേറ്റ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ സുവിശേഷം ജീവിക്കുക, ടു ലിവ് ദ ഗോസ്പൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമായിട്ട് അഭിമന്യ പിതാവ് നമ്മുടെ ഇടയിലുണ്ട്. കർത്താവിൻ്റെ കരുണയുടെ മുഖം തൻ്റെ മുഖമായിട്ടുണ്ട്. പാവപ്പെട്ടവരോടും
സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും തൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളവരോടൊപ്പമായിരിക്കും അഭിമന്യ പിതാവ് എന്നും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഭിമന്യ പിതാവിൻ്റെ നാമകീർത്തന തിരുനാളാണ് ജൂലൈ 3-ാം തീയതി. രൂപതയുടെ അധ്യക്ഷ എന്ന രീതിയിൽ അത് ആഘോഷിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ നാമധാരയായ അഭിമന്യ പിതാവ് നമ്മുടെ രൂപതയുടെ വിശുദ്ധനാണ്. വിശുദ്ധ തോമസ് ഭദ്രാസന ദേവാലയത്തിൻ്റെയും രൂപതയുടെ ഹൃദയമായ സെമിനറിയുടെയും പേട്രൺ നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ തോമസ് ശ്ലീഹായാണ്. വിശുദ്ധ തോമസ് ശ്ലീഹ നാമധാരിയായ അഭിമന്യ പിതാവ് തോമസ് ശ്ലീഹായുടെ അടുത്ത അധിഷ്ഠതയോടുകൂടി ബത്തേരി രൂപതയിൽ ഇക്കാലത്തെയും ശുശ്രൂഷ ചെയ്തു വരികയാണ്. മാർത്തോമാ ശ്ലീഹ പലസ്തീനിൽ ഏറെ ദൂരം യാത്ര ചെയ്ത് കടലുകൾ താണ്ടി ഭാരതത്തിലെത്തിയെങ്കിൽ അഭിമന്യ തിരുവേദി വടശ്ശേരിക്കരയിൽ നിന്നും യൂറോപ്പിലൊക്കെ ശുശ്രൂഷ നിർവഹിച്ച് മലബാറിൽ പ്രത്യേകിച്ച് സുൽത്താൻബത്തേരിയുടെ ഇടയനായി പിതാവായി ശുശ്രൂഷ ചെയ്യുകയാണ്. അഭിമന്യ പിതാവെ, അങ്ങയുടെ ഇടയനോടൊപ്പം പ്രോഗ്രാമിൽ എന്ന പ്രോഗ്രാമിന് ഞങ്ങളെല്ലാം പിന്തുണയും അറിയിക്കുന്നു. നമുക്കറിയാം, പിതാവിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഭവനമില്ലാത്തവർക്ക് കർത്താവിൻ്റെ കരുണയുടെ മുഖത്തിൻ്റെ ഒരു പ്രതിഫലനമായി ഭവനമില്ലാത്തവർക്ക് ഭൂരഹിതർക്ക് സ്ഥലവും ഭവനവും നൽകുന്ന ഒരു ബൃഹത്തായ കർമ്മപദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വലിയ ചലഞ്ചാണ്. 200ഓളം വീടില്ലാത്തവരും 70ഓളം ഭൂരഹിതരുമായ ആളുകളുണ്ട് ബത്തേരി രൂപതയിൽ. ഒരു ഏകദേശ കണക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ കാണുവാനും അവരോടൊപ്പമായിരിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വാസയോഗ്യമായ ഒരു ഭവനവും സ്ഥലവും ഒക്കെ നൽകുവാനുള്ള ബന്ധപ്പാടിലാണ്, പരിശ്രമത്തിൽ കഠിന പ്രയത്നത്തിലാണ് അഭിമന്യ പിതാവ്. അതിനോട് അനുബന്ധിച്ചാണ് എല്ലാ മേഖലയിലും കടന്നു വരുവാനും നാമകീർത്തന തിരുനാളിന് നമ്മൾ നൽകുന്ന കൈത്താങ്ങ് അത് ഈ സഹായ പദ്ധതിയിലേക്ക്, ഭവന പദ്ധതിയിലേക്ക് മുതൽക്കൂട്ടാകുന്ന തിരിച്ചറിവാണ് അഭിമന്യ പിതാവിനെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എത്തിക്കുവാനായിട്ട് ഉള്ള ആഹ്വാനം. അഭിമന്യ പിതാവെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അഭിമന്യ പിതാവിന് നാമകീർത്തന തിരുനാളിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നതോടൊപ്പം നിങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക്, ഞാൻ പറഞ്ഞു ഇതൊരു കുടുംബ സമ്മേളനമാണ്, ഔപചാരികത ആവശ്യമൊന്നുമില്ല, ഈ കൽപ്പറ്റ മേഖലയാകുന്ന കുടുംബത്തിലേക്ക് അങ്ങയെ എല്ലാവരുടെയും നാമത്തിൽ ആർദ്രമായി പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. കാമുക പ്രഭാഷണം നടത്തുവാനായിട്ട് നമ്മോടൊപ്പമായിരിക്കുന്നത് രൂപതയുടെ പ്രൊക്കുറേറ്റർ, അതുപോലെ തന്നെ ചീങ്ങേരി ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ചാക്കോ വെള്ളം ചാലിസാണ്. സഭാ നിയമത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ഇവിടെ എത്തിയിട്ട് നാട്ടിലെത്തിയിട്ട് അധികം നാളായില്ല. വലിയൊരു ശുശ്രൂഷയാണ് അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേഖലയിലെ ആളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. വലിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ചാക്കോ വെള്ളം ചാലിസിനെ നമ്മുടെ കൂടി വരുന്നതിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലയുടെ അജപാല സമിതി സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കാര്യപ്പാടി ഇടവകയിൽ നിന്നുള്ള എൽദോ പീറ്ററാണ്. എൽദോ പീറ്ററിൻ്റെ എല്ലാവരുടെയും നാമത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മേഖലയിലെ 10 വൈദികർ, 8 വൈദികർ, 10 പള്ളികളായ 8 വൈദികരാണ് ശുശ്രൂഷയെന്ന് ഞാൻ സൂചിപ്പിച്ചു. 8 വൈദികരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഏറ്റവും പുതുതായി ബഹുമാനപ്പെട്ട അൽഫോൺസ് അച്ഛൻ നമ്മുടെ ഇടയിലുണ്ട്. ഫ്രാൻസിസ് അച്ഛൻ സ്ഥലം മാറി പകരം വന്നതാണ്. 4ാം തവണത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ബത്തേരിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കടന്നു വന്നതാണ് ബഹുമാനപ്പെട്ട അൽഫോൺസ് അച്ഛൻ. അൽഫോൺസ് അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും ബത്തേരി മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കൂടി വരുന്നതിലേക്കും പ്രാർത്ഥനാപൂർവ്വം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്ഥലം മാറി വന്ന ബഹുമാനപ്പെട്ട സമർപ്പിതരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് സന്യാസി സമൂഹത്തിലെയും അതുപോലെ തന്നെ DM ഒരാൾ മാത്രമുള്ള DM സിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ് ഓഫ് മേരി സമൂഹത്തിലെ സിസ്റ്റേഴ്സിനെല്ലാം, സിസ്റ്ററെയും ബാക്കി എല്ലാ സഹോദരിമാരെയും ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കൂടിവരവിന് ജീവൻ നൽകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യമാണ്. നമുക്കറിയാം, ഒരു ക്രീം ഗ്രൂപ്പാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ഇടവകളിലെയും കൈക്കാര്യം പാസ്റ്റർ കൗൺസിൽ മെമ്പേഴ്സും ഒക്കെയാണ്. ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷയൊന്നും മറ്റുള്ളവർ കാണുന്നില്ല. കുറ്റപ്പെടുത്തുകളും വിമർശനവും ഒക്കെയാണ്. എന്തൊക്കെ ചെയ്താലും തിരിച്ചറിയാൻ പോകാതെ പോകുന്ന സാഹചര്യമാണ്. എന്നിരുന്നാൽ ഏറെ ത്യാഗങ്ങൾ സഹിച്ച് വളരെ കൃത്യമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കൈക്കാരൻ കമ്മിറ്റിയാണ് ഇവിടുത്തെ പാസ്റ്റർ കൗൺസിൽ
എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുന്നു ബത്തേരി രൂപതയുടെ പ്രൊപ്പറേറ്ററും ചീങ്കേരി ലക്കിടി ഇടവകയുടെ കാര്യമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ചാക്കോ വെള്ളംചാലച്ചൻ. ബത്തേരി രൂപതയുടെ ഇടയൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി, ബത്തേരി രൂപതയുടെ വികാരി ജനറൽ, അതോടൊപ്പം തന്നെ കൽപ്പറ്റ മേഖലയുടെ പൂർവ്വ വികാരി ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് ഓലിക്കലച്ചൻ, കൽപ്പറ്റ മേഖലയുടെ അജപാലന സമിതിയുടെ സെക്രട്ടറി എൽദോ, വന്യ വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൽപ്പറ്റ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുറച്ച് നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബത്തേരി രൂപതയുടെ ഇടയൻ നല്ല ഇടയനായിക്കൊണ്ട് ആടുകളുടെ കൂടെ അല്പസമയം തൻ്റെ നാമഹേതുക തിരുനാളിനോടനുബന്ധിച്ച് ഇടവക മക്കളുമായി സംവാദം നടത്തുവാൻ അല്ലെങ്കിൽ അവരോടൊപ്പമായിരിക്കുവാൻ അല്പസമയം തൻ്റെ വിലയേറിയ തിരക്കുകൾക്കിടയിലും മാറ്റിവെച്ച് നമ്മോടൊപ്പം ഇന്നിവിടെ ആയിരിക്കുകയാണ്. 2-3 കാരണങ്ങളാണ് ഇതിനുള്ളത് എന്ന് ആ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഒലിക്കലച്ചൻ നമ്മോട് പറയുകയുണ്ടായി. ബത്തേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപത ദിനവും രൂപതയുടെ ഇടയനായ അപ്പനായ നമ്മുടെ പിതാവിന്റെ നാമഹേതുക തിരുനാളും ഒരേ ദിനമാണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാകുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമം പേറി വടശ്ശേരിക്കരയിൽ ജനിച്ച് തിരുവനന്തപുരം രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ച് അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി തിരുവനന്തപുരം രൂപതയുടെ സഹായമെത്രാനായി ബത്തേരി രൂപതയുടെ 3ാമത്തെ ബിഷപ്പായി 2010 കടന്നു വന്ന് കഴിഞ്ഞ 14 വർഷം ബത്തേരി രൂപതയെ അതിൻ്റെ വളർച്ചയിലേക്ക് 10 മടങ്ങായി മുന്നോട്ട് നയിക്കുന്ന, കുറവുകൾ തുടച്ചു മാറ്റി പാവപ്പെട്ടവരെയും പണക്കാരെയും നാനാജാതി മതസ്ഥരെയും ജാതിമത ഭേദമന്യേ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു നല്ല ഇടയനോടൊപ്പം നാം ഇവിടെ ആയിരിക്കുമ്പോൾ പിതാവിന്റെ നാമഹേതുക തിരുനാളിന് മാധുര്യം കൂടുകയാണ്. പിതാവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നാമഹേതുക തിരുനാൾ ഒരു ആഘോഷമാണ്. എന്നാൽ തന്റെ ആഘോഷങ്ങളെല്ലാം ഈ അടുത്ത നാളുകളായി പിതാവ് ശുശ്രൂഷയാക്കി മാറ്റുകയാണ്. ആർക്കുള്ള ശുശ്രൂഷ? സമൂഹത്തിൽ പാവപ്പെട്ട, ആരുമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ സഭാ സമൂഹത്തിൽ കയറിക്കിടക്കുവാൻ ഇടമില്ലാത്ത, സ്വന്തമായി ഒരു അഡ്രസ് ഇല്ലാത്ത, ഒന്നുമില്ലാത്തവർക്ക് തുണയായി തീരുന്ന വലിയ ഒരു ഉദ്യമം. അച്ഛൻ ഇവിടെ ഒരിക്കലച്ഛൻ പറഞ്ഞതുപോലെ 2 വർഷം മുൻപ് അജപാലന സമിതിയുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്, എന്തുകൊണ്ട് നമുക്ക് വീടില്ലാത്തവർക്ക്, കയറിക്കിടക്കുവാൻ ഇടമില്ലാത്തവർക്ക് എന്തുകൊണ്ട് നമ്മുടെ രൂപത അങ്ങനെ ഒരു ചിന്ത, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം നൽകുന്ന രീതിയിൽ, അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പാർപ്പിടം ഒരുക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? അതിന്റെ പരിണിത ഫലം എന്ന വണ്ണം കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച ഇടയനോടൊപ്പം എന്ന പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ രൂപതയുടെ 10 മേഖലകളിലും പിതാവ് നേരിട്ട് കടന്നു വരികയാണ്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ, ആരും ഇല്ലാത്തവന്റെ ശബ്ദമായി മാറുവാൻ, കയറിക്കിടക്കുവാൻ ഇടമില്ലാത്തവന് ഇടം തരണമെന്ന്, അല്ലെങ്കിൽ സഹായഹസ്തം നീട്ടണമെന്ന്, നിങ്ങൾ തരണമെന്ന് നമ്മോട് ആവശ്യപ്പെടുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ
10 ഇടവകളിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്ന, ഇവിടെ നിന്ന് കിട്ടുന്ന സന്ദേശം ദേവാലയങ്ങളിൽ പോയി പറഞ്ഞു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വമുള്ള എല്ലാവരുമാണ് ഇവിടെ ഇരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. നമുക്ക് ദൈവം എല്ലാവിധമായ സംവിധാനങ്ങളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും അനുദിനം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള തീർച്ചയ്ക്ക് മുൻപിൽ എന്റെ അടുത്തുള്ളവന് ഞാൻ എന്റെ അടുത്തുള്ളവന് കൊടുക്കുവാൻ ഒത്തിരിയേറെ ഒന്നും വേണ്ട, മറിച്ച് എന്നെ കൊണ്ട് സഹായിക്കുന്ന തരത്തില്, എനിക്ക് പറ്റുന്ന തരത്തില് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ഭവനം ഒരു വർഷം 1000 രൂപ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചാൽ നമ്മുടെ ഇടയനോടൊപ്പം നമുക്ക് വീടില്ലാത്ത നമ്മുടെ മക്കൾക്ക് വീട് വയ്ക്കുവാൻ വലിയ ഒരു സഹായമാകും. ഇവിടെ ഇരിക്കുന്ന കമ്മിറ്റിക്കാരെ ചിന്തിച്ചാൽ മതി, നമ്മളെല്ലാവരും ഇപ്പോൾ എന്തെങ്കിലും ഒരു സഹായം പിതാവിന് കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, തീർച്ചയാണ്. പക്ഷെ അത് നമ്മൾ എടുത്തത് എങ്ങനെയാണ്? ദേവാലയത്തിൽ ബാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നേർച്ചയിടുന്ന പൈസയിൽ നിന്ന് മാത്രമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി എന്റെ വീട്ടിൽ നിന്ന്, അല്ലെ ഞാൻ എന്ന വ്യക്തി ഈ ഒരു ഇടയനോടൊപ്പം എന്ന പരിപാടിക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് എന്താണ് കൊടുക്കുന്നത്? ഒരു വർഷം 1000 രൂപ കൊടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ കൽപ്പറ്റ മേഖലയിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും സാധിക്കും. അത് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? പ്രിയമുള്ളവരെ, 100 രൂപയുടെ ഒരു സാധനം കടയിൽ പോയി നാം മേടിക്കാൻ നേരത്ത് 90 രൂപയ്ക്ക് മേടിച്ച് 10 രൂപ നീക്കി വെച്ചാൽ, പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഒരു പിടി അരി, എല്ലാവരും കേട്ടിട്ടുള്ള ഭക്ഷണം വെക്കുമ്പോൾ അമ്മമാര് അന്ന് വെക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടി എടുത്ത് മാറ്റി വെക്കും. അത് എന്തിനു വേണ്ടിയാ? അങ്ങനെ വെക്കുന്ന അരി ദേവാലയത്തിൽ കൊണ്ടുപോയി പാപങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടിയാ. ഒന്നുമില്ലാത്തവന്, അടുപ്പിൽ തീ കത്താത്തവന് നൽകുവാൻ വേണ്ടി മാറ്റിവെക്കുന്നതാണ്. അതാണ് നമ്മൾ ഇടയനോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. പള്ളിയിൽ നിന്ന് നമ്മൾ എടുത്ത് കൊടുക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ആ ദേവാലയത്തിലുള്ള എല്ലാവരും പങ്കുചേരണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ അതായത് പിതാവിന്റെ ഒരു സ്വപ്ന പദ്ധതിയായി അത് മുന്നോട്ട് വെക്കുമ്പോഴും അതിൽ നമ്മൾ എത്രമാത്രം പങ്കാളികളാകുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ 10 വൈദിക ജില്ലകളിലായി 50-ലേറെ ഭവനങ്ങൾ ഇതിനോടകം പണിയുകയും പണിതുകൊണ്ടിരിക്കുകയും, ഭവനം സ്ഥലമില്ലാത്തവർക്ക് ഭൂരഹിതർക്ക് സ്ഥലം ഇടവകയുടെ അല്ലെങ്കിൽ നമ്മുടെ രൂപതയുടെ 5 സെന്റ് സ്ഥലം കൊടുത്ത് വീട് പണിയുന്ന പദ്ധതി ആരംഭിച്ചു. ഇത് ബത്തേരി രൂപതയിൽ തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഈ പദ്ധതി 2 വർഷം മുമ്പ് ബത്തേരി രൂപതയിൽ ഉദ്ഘാടനം ചെയ്തത് തലശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കത്തിച്ചു വിട്ട തിരിയാണിത്. ഭവനമില്ലാത്തവർക്ക് ഭവന പദ്ധതി എന്നുള്ളത് ബത്തേരി രൂപത പ്രത്യേകമായിട്ട് കത്തിച്ചു വിട്ട തിരിയാണ്. ഇത് ഏറ്റെടുത്ത് നമ്മളെക്കാൾ ഉപരിയായി നമുക്ക് ശേഷം വന്നവർ 100 മീറ്റർ ഓട്ടത്തിൽ ആര് ജയിച്ചതുപോലെ, ആമ ജയിച്ചതുപോലെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ചെയ്യുന്നുണ്ട്, പക്ഷെ എത്രമാത്രം വേഗത്തിലാണെന്ന് ചിന്തിക്കണം. തലശ്ശേരി രൂപത, താമരശ്ശേരി രൂപത, അതോടൊപ്പം മാനന്തവാടി രൂപത, ഇവര് എല്ലാം തന്നെ ഈ പദ്ധതി ഏറ്റെടുത്ത് ഒത്തിരിയേറെ ഭവനങ്ങൾ അവിടെ രൂപതയിൽ ഇതിനോടകം പണിതു കഴിഞ്ഞു. ഇതിന് തിരി കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും ബത്തേരി രൂപതയാണ് എന്ന്. പക്ഷെ എവിടെ നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, KCBCയിലും ഈ പദ്ധതിയെ കുറിച്ച് അഭിമന്യ പിതാവ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കണ്ണു തുറക്കുന്ന ഒരു ചിന്തയായി അത് മാറി എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തക്കാർക്ക് വീടില്ല, അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് മാറി നിൽക്കുവാൻ സാധിക്കുമോ? ഇതൊരു വികാരത്തിന്റെ വിഷയമാണ്.
എന്റെ സഹോദരന് ഒന്നുമില്ലാത്തവന് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചിന്തിച്ചു നോക്കണം. ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. ആശയങ്ങൾ കൊണ്ട് നമ്മൾ ഒത്തിരിയേറെ മുന്നിലാണ്. പക്ഷെ എത്രമാത്രം പ്രവൃത്തി തലങ്ങളിൽ നമ്മൾ മുന്നേറുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇടയനോടൊപ്പം എന്നുള്ള ഈ പ്രോഗ്രാം നമ്മുടെ അഭിമന്യ പിതാവിന്റെ നാമഭേദിക തിരുനാൾ ആഘോഷിക്കുന്നു. ആ ആഘോഷം പിതാവ് ശുശ്രൂഷയാക്കി മാറ്റുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഇത് നമ്മുടെ ഇടവുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ ഒരു വർഷക്കാലം അടുത്ത ഫീസ്റ്റ് നാം ആഘോഷിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഇടവകയിൽ എത്ര ഇടവകക്കാരുണ്ടോ അല്ലെങ്കിൽ എത്ര ഇടവകകളുണ്ടോ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു 1000 രൂപയെങ്കിലും വിധത്തിൽ ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് എത്രയും പെട്ടെന്ന് നമ്മുടെ രൂപതയിലെ ഏകദേശം 200-250 കുടുംബങ്ങളുണ്ട് ഭവനമില്ലാത്തവര്. ഇപ്പോൾ ആദ്യഘട്ടത്തിലെ 200 പേരുടെ ലിസ്റ്റാണ് നമ്മൾ സോർട്ട് ചെയ്ത് നമ്മൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ 10 മേഖലയിലായി 2 വീടുകളാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ നമ്മൾ പണിത് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു വീട്ടിൽ നിന്ന്, അതാണ് എൻ്റെ ആഗ്രഹം, എല്ലാ ഇടവകക്കാരും കൽപ്പറ്റ മേഖലയുടെ ഒരു വലിയ നിശ്ചയദാർഢ്യം ഇതിന് പിന്നിൽ വേണം. അടുത്ത ഫീസ്റ്റിന് മുൻപ് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. 100 രൂപ നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ 10 രൂപ എടുത്ത് പാവപ്പെട്ടവർ മാറ്റിവെച്ചാൽ മതി, പ്രശ്നം തീർന്നു. സിമ്പിൾ ലോജിക്കാണ്. 500 രൂപയുടെ ഒരു ഷർട്ട് മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ 50 രൂപ കുറച്ച് 450 രൂപയുടെ ഷർട്ട് ഇക്കൊല്ലം ഇടുന്നുള്ളൂ എന്ന് ചിന്തിക്കുക, പ്രശ്നം തീർന്നു. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കും, വെടിക്കെട്ട് പൊട്ടിക്കും, തോരണങ്ങൾ കെട്ടും. പ്രിയമുള്ളവരെ, മാർപ്പാപ്പയുടെ 8 മിനിറ്റ് പുറകിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. ഇതുകൊണ്ട് പറഞ്ഞ ഈ ഒരു വർഷത്തെ നമ്മുടെ തിരുനാളും നമ്മുടെ ആഘോഷങ്ങളും വേണ്ട എന്നല്ല, കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടയനോടൊപ്പം പരിപാടിയിലേക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ സാധിക്കും. നമ്മുടെ അയൽവക്കക്കാർക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ ദേവാലയത്തിലുള്ളവർക്ക് കൂടുതൽ സംഭാവന ചെയ്യുവാൻ നമ്മുടെ വെടിക്കെട്ടുകൾ ഇല്ല എങ്കിൽ സാധിക്കും, നമ്മുടെ ചെണ്ടമേളങ്ങൾ ഇല്ല എങ്കിൽ സാധിക്കും, നമ്മുടെ തോരണങ്ങൾ കുറച്ച് തൂക്കിയാൽ സാധിക്കും. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കമ്മിറ്റിക്കാരാണ്, കൈക്കാരനും കണക്കനും വികാരിയച്ഛന്മാരുമുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളുണ്ട്. നമ്മൾ തീരുമാനിച്ചാൽ ഇത് ഒരു തീരുമാനമായി മാറും. നമുക്ക് കൂടുതൽ ഈ ഇടയനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഇടവകക്കാർ, നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടി ഭവനങ്ങൾ വെക്കുന്നതിന് നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവണം. പ്രിയമുള്ളവരെ, പിതാവിന് ഒരിക്കൽ കൂടി നാമഭേദിക തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും. ദീർഘനാൾ നമ്മുടെ രൂപതയെ ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവർക്കും പണക്കാരനും കടന്നു വരുന്ന എല്ലാവർക്കും ഒരുപോലെ സ്നേഹം ലഭിക്കുവാൻ, നന്മ ലഭിക്കുവാൻ, സന്തോഷം ലഭിക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള വലിയ അനുഗ്രഹം നമ്മുടെ പിതാവിന് ലഭിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും, വൈദികരുടെ, സന്യസ്തരുടെ, അൽമാരുടെ പേരില് പിതാവിന് ഫീസ്റ്റിന്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മേഖലയിലെ എല്ലാ വൈദികരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാത്യു പാലക്കപ്രായച്ചൻ പിതാവിന് ആശംസ അറിയിച്ച് സംസാരിക്കും. അഭിനന്ദന പിതാവേ, വികാരനാൾ ബഹുമാനപ്പെട്ട ഓരിക്കച്ച, രൂപത സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ചാക്കോവച്ച, സ്നേഹമുള്ള എൽദോച്ചേട്ട, ഏറ്റവും ശ്രേഷ്ഠരായ വൈദിക സെക്രട്ടറി, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ളവർ, പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം കടന്നു വരുന്നത് റോബിൻ ശർമ്മ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ മരിക്കുമ്പോൾ ആര് കരയും എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയ വാചക പ്രകാരമാണ്, വൈസ് പീപ്പിൾ നെവർ ഡു ഡിഫറെൻറ്റ് തിങ്സ് ബട്ട് ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്. ജ്ഞാനികളായ മനുഷ്യർ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ അവർ ചെയ്യുന്നതിൽ ഒരു വ്യത്യസ്തത നിലനിർത്തും. അഭിമന്യ പിതാവിൻ്റെ 2010 മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ, ശുശ്രൂഷ പ്രവർത്തനങ്ങളെല്ലാം നോക്കുമ്പോൾ ഓരോ വർഷവും കൂടുതൽ വ്യത്യസ്തത ചെയ്യുന്ന കാര്യങ്ങൾ
ദീപം കൊളുത്തിയത് പിതാവാണ്. നമുക്കറിയാം സീറോ മലബാർ സഭ എന്നൊക്കെ പറയുന്നത് ഒത്തിരിയേറെ അംഗങ്ങളുള്ള മേഖലകളാണ്. നമുക്കറിയാം സാമ്പത്തികമായിട്ടാണെങ്കിലും ആർഭരത്തിൽ. പക്ഷെ ഒരുപക്ഷെ അവരൊക്കെ അത് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ചെറിയ സമൂഹമാണ്. പക്ഷെ ബൈബിളിൽ നമ്മൾ പഠിപ്പിക്കുന്നു ചെറിയ അച്ഛനെ നമ്മെ ഭയപ്പെടേണ്ടതാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇത് സാധ്യമാണ്. അപ്പൊ അഭിമന്യ പിതാവിന്റെ ഈ വ്യത്യസ്തമായ ചിന്തകളോട് ഒപ്പം നിൽക്കുവാനുള്ള ഒരു കൂട്ടായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കറിയാം പിതാവിന്റെ ഈ വർഷക്കാലത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ വായിച്ചു കേട്ട ആ നല്ല ഇടയന്റെ ആ ഒരു സ്നേഹത്തിന്റെ കരുതല് പലപ്പോഴും നമുക്ക് കാണുവാനായി സാധിക്കും. നമ്മൾ ബത്തേരി രൂപതയെ മാത്രം ചുരുക്കി നോക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ പക്ഷെ നമുക്കിത് മനസ്സിലാവാൻ സാധിക്കാതെ. പക്ഷെ രൂപതയ്ക്ക് അപ്പുറത്തും പിതാവിന് കൈത്താങ്ങുകളുണ്ട്. നമുക്കറിയാം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് മുങ്ങിപ്പോകുന്ന പത്രോസിന് കൈ കൊടുക്കുന്ന യേശുനാഥൻ. അപ്പൊ ആ കൈ കൊടുക്കുന്ന യേശുനാഥന്റെ ആ ഒരു പ്രതീകം അല്ലെങ്കിൽ പലതരത്തിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി മാറുന്ന പിതാവിന്റെ ആ യേശുനാഥൻ കാണിച്ച ആ ഒരു സ്നേഹത്തിന്റെ മകനീയ മാനദണ്ഡങ്ങളെല്ലാം നമുക്ക് പിതാവിന്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. പിതാവിന്റെ വലിയ കരുണ കൊണ്ട് എനിക്ക് ബാംഗ്ലൂരിൽ തർപ്പാകാമിൽ പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ അവിടെയും ഏറ്റവും കൂടുതൽ മുഴുകിക്കേട്ട ഒരു പേര് എന്ന് പറയുന്നത് അഭിമന്യ പിതാവിനെയാണ്. അവരെ വിളിച്ച് അവാർഡുകൾ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. അത്രയേറെ പിതാവിന് കൃത്യമുണ്ട്. അതിനുശേഷം ദൈവശാസ്ത്രം പഠിപ്പിക്കുവാനായിട്ട് തിരുവനന്തപുരത്ത് വിട്ടപ്പോൾ ഞാൻ ഭരതന്നൂര് എന്ന് പറഞ്ഞൊരു കൊച്ചു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ നിറകണ്ണുകളോടുകൂടി അവിടുത്തെ പാവപ്പെട്ട മനുഷ്യര് പിതാവിന്റെ പേരുകൾ പറയുന്നുണ്ട്. അവർക്ക് നോക്കി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു മാതാവിന്റെ കുരിശടി അഭിമന്യ പിതാവിന്റെ തൃക്കരങ്ങളാൽ കൂദാശ ചെയ്യപ്പെട്ടു കൊടുത്തു എന്നതാണ്. അങ്ങനെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ ആ കാണുന്ന നല്ല ഇടയുടെ മനോഭാവത്തോടുകൂടി പിതാവ് ചെയ്തു കൊടുക്കുന്നു. അരിസ്റ്റോട്ടിൽ എഴുതിയ അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട് നിക്കോമെത്തിക്സ്. 10 കൊച്ചു പുസ്തകങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം. അതിനകത്ത് ആദ്യത്തെ ബുക്ക് തുടങ്ങുന്നത് എന്താണ് മനുഷ്യന് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതിന്റെ അവസാനിക്കുന്നത് ഹാപ്പിനെസ് ആണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഈ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ നമ്മൾ അതിനുള്ള പ്രോസസ്സിലാണ്, ആ ജേണിയിലാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ശരിക്കും ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷപ്പെടുന്ന എന്താണ്? അവന് ജോലി കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ കയറി താമസിക്കാൻ ഒരു ഭവനം, അത് വലിയ സന്തോഷമാണ്. പലപ്പോഴും നമുക്ക് ജോലി ഉണ്ടാകും, പക്ഷെ ഈ ജോലി ചെയ്ത് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് നീക്കി വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് കയറി താമസിക്കാൻ വീട് പണിയാൻ സാധിക്കാത്തവർക്കായി പിതാവ് അവിടെ ആ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റിയെങ്കിലും അവനെ സംബന്ധിച്ച് അവന്റെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് കയറി താമസിക്കുന്ന ഭവനമാണ്. അപ്പോൾ ആ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ച് നമ്മുടെ പിതാവിന്റെ ആ ഒരു ഇടയന്റെ മനോഭാവത്തെ നമുക്ക് നല്ല സന്തോഷത്തോടുകൂടി സ്വീകരിക്കാം. ബഹുമാനപ്പെട്ട ചാക്കോച്ച സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ മുമ്പിൽ നിന്ന് ഇടയൻ എപ്പോഴും മുമ്പിലാണ്. നമുക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ പിതാവ് ഒരിക്കലും സൂചിപ്പിച്ച് കാണുമ്പോൾ 72 വയസ്സ് പിതാവിന് പ്രായമായി. ഒരിക്കലും പിതാവിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമുക്ക് 72 വയസ്സിന്റെ ഒരു വ്യക്തിയല്ല നമ്മൾ. വളരെയേറെ ചെറുപ്പത്തിന്റെ ആ ഒരു വളരെയേറെ എനർജറ്റിക്കായി നമുക്ക് മുമ്പേ ഞാൻ പറയുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ചെറിയ വൈദികരോ പലപ്പോഴും കണ്ടുപിടിക്കുന്ന പിതാവിനെയാണ്. കാരണം നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തത്ര ആളുകളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമ. എന്തുകൊണ്ടാണ്? നമ്മുടെ രൂപതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ ത്യാഗമനോഭാവത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ പിതാവിന് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് ഒരു കൈത്താങ്ങായിട്ട് കൂടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു നമുക്ക് ഇതിന്റെ തിരുനാള് ആഘോഷിക്കുമ്പോൾ അത് എന്റെ ആഘോഷമല്ല, മറിച്ച് നമ്മുടെ ആഘോഷമാണ്. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രൂപതയ്ക്ക് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്ന സന്ദേശം പറയാതെ പറഞ്ഞു വെക്കുകയാണ് പിതാവ് തന്റെ ഓരോ ശുശ്രൂഷ പ്രവർത്തനങ്ങളോടും. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെ പേരിലും സിസ്റ്റർമാരുടെ പേരിലും അതുപോലെ തന്നെ ഇവിടെ കൂടിയ എല്ലാ അമ്മമാരുടെ പേരിലും പിതാവിന് നാമകേന്ദ്ര തിരുനാളിൻ്റെതായ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മുടെ മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ശ്രീനേതോ അഭിമന്യ പിതാവിനെ ഇപ്പോൾ ഷാൾ അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. നമുക്ക് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ തുടർന്ന് പിതാവ് നമ്മളെല്ലാവരോടും ചേർന്നുകൊണ്ട് തിരുനാളിന് കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ സന്തോഷത്തിൽ അറിയിക്കാം. അപ്പോൾ അഭിമന്യ പിതാവ് കേക്ക് കട്ട് ചെയ്ത് ഈ സന്തോഷത്തിലേക്ക് പങ്കുചേരുന്നു. തോമസ് നാമധാരികൾ എല്ലാവരും ആരുമില്ല
Happy feast day to you. Happy feast day to you. Happy feast day to you, dear Abu. Happy feast day to you. May the good Lord bless you. May the good God bless you. May the good God bless you, dear Abu. Happy feast day to you. നമുക്കിരിക്കാം. ഇപ്പോൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു ശ്രീമതി ബിനി ജോസ് കുഞ്ഞി. അഭിവന്യ പിതാവേ, ആദരണീയരായ വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെ, ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികളെ, നമ്മുടെ സെന്റ് തോമസ് ഡേ ജൂലൈ 3 നമ്മൾ ആഘോഷിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമസ് ലീഹയുടെ, അതിലുപരി നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹയുടെ രക്തസാക്ഷിത്വ ദിനമായ ജൂലൈ 3 സെന്റ് തോമസ് ഡേ ദുഃഖാനയായി നമ്മൾ ആഘോഷിച്ചു വരുന്നത്. അതോടനുബന്ധിച്ച് ഇവിടെ ഇന്ന് ഇടയനോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മൾ ഒന്നിച്ചു ചേരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സുവിശേഷ പ്രഘോഷണം എന്നതിലുപരി സുവിശേഷം പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ അഭിവന്യ പിതാവ് വിഭാവന ചെയ്ത ബത്തേരി രൂപതയിലെ 200ഓളം കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന പദ്ധതി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചപ്പോൾ അത് വളരെ ഉചിതമായി എനിക്ക് തോന്നി. കാരണം നമുക്കറിയാം, നാം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമുക്കൊരു വീടുണ്ടാകും, നമുക്ക് നല്ല വസ്ത്രങ്ങളുണ്ടാകും, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനുണ്ടാകും. പക്ഷെ ഇതൊന്നുമില്ലാതെ, കയറി കിടക്കാൻ ഒരു വീടില്ലാതെ, ചോറ് കളിക്കുന്ന, മുറിയിൽ താമസിക്കുന്ന, നല്ല ഭക്ഷണം കിട്ടാതെ, ആരോഗ്യം നശിച്ചു കൊണ്ടിരിക്കുന്ന, നല്ല വസ്ത്രങ്ങൾ ഇടാൻ സാധിക്കാതെ വരുന്ന, അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം കിട്ടാത്ത കുഞ്ഞുങ്ങളുള്ള, നല്ല ജോലിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അവരെയാണ് നാം കരുതേണ്ടത്. അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് എൻ്റെ തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അദ്ദേഹം പറയും, അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു മുസ്ലിം സുഹൃത്താണ്. അദ്ദേഹം പറയും, പിതാവ് നിങ്ങൾ വിചാരിക്കുന്നതിലും ഒരുപാട് ഉയരങ്ങളിലുള്ള ഒരു വലിയ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു തന്ന പല കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് പിതാവിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് പിതാവ്. മറ്റു മതസ്ഥരുടെ ഇടയിൽ പോലും മനസ്സിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞ ആ വലിയ മനസ്സ്, വലിയ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. നമുക്ക് നമ്മുടെ പിതാവിനെ കുറിച്ച് ഒരുപാട് അഭിമാനിക്കാം. അദ്ദേഹം വിഭാവന ചെയ്ത ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയണം. അത് സംഘടനാ തലത്തിലായാലും വ്യക്തി തലങ്ങളിലായാലും അതിനായിരിക്കണം നാം മുൻതൂക്കം കൊടുക്കേണ്ടത്. ഇവിടെ അച്ഛൻ വികാരി ജനറൽ അച്ഛൻ പറഞ്ഞതുപോലെ പ്രസംഗത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. കാരണം നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്,
പൂർത്തീകരിക്കാനായിട്ട് പിതാവിനോടൊപ്പം കൈപിടിച്ച് നമുക്കും മുന്നോട്ട് പോകാം. അതോടൊപ്പം ഇന്ന് സെന്റ് തോമസ് ശ്രീഹയുടെ നാമധാരിയായി ഇന്ന് ഫീസ്റ്റ് ആഘോഷിക്കുന്ന നമ്മുടെ അഭിമന്യ പിതാവിന് കൽപ്പറ്റ മേഖലയിലെ അമ്മമാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഹൃദയപൂർവ്വം ഒത്തിരി ആരോഗ്യങ്ങൾ നേരുന്നു. അതോടൊപ്പം അവരുടെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സിസ്റ്റേഴ്സിനെ പ്രതിനിധിച്ചുകൊണ്ട് സിസ്റ്റർ ചെറിയ ആശംസ അറിയിച്ച് സംസാരിക്കും. അഭിമന്യ പിതാവേ, മോൺസിഞ്ഞോറും കൽപ്പറ്റ മേഖലയുടെ പ്രോട്ടോവികാരിയുമായിരിക്കുന്ന ജേക്കബ് പോലിക്കലച്ച, പ്രൊക്രേറ്ററായിരിക്കുന്ന ചാക്കോ വെള്ളഞ്ചാലച്ച, എൽദോസാർ, ബഹുമാനിയായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ആത്മായ സമിതിയുടെ അംഗങ്ങളെ, കമ്മിറ്റി അംഗങ്ങളെ, ആഗോള കത്തോലിക്ക സഭ ജൂലൈ 3 വിശുദ്ധ തോമസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഭാരതീയ ദുഃഖാന എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുക. അനുഗ്രഹപ്രദമായ ഈ സുദിനത്തിൽ അഭിമന്യ പിതാവ് നാമവേദന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന ഈ നിമിഷങ്ങളിലൂടെ, അനുഗ്രഹപ്രദമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സുന്ദര മുഹൂർത്തത്തിലാണ് നാം ആയിരിക്കുക. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ വിശ്വാസ ജീവിതം മറ്റ് ശിഷ്യന്മാരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ യേശുവിനോടൊപ്പമായിരുന്നുകൊണ്ട് മരണം കൈവരിച്ച വിശുദ്ധ തോമസ് ശ്ലീഹായുടെ അസാധാരണമായ ധീരത, ഈ അസാധാരണമായ ധീരതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാർ തോമസ് ശ്ലീഹായെ മാതൃകയാക്കിക്കൊണ്ട് അവർ അജഗണത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും അവർക്ക് വേണ്ടി സ്വയം ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്ന അഭിമന്യ പിതാവിന്റെ സവിശേഷമായ സ്വഭാവവിശേഷതയെ നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കുകയില്ല. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകിക്കൊണ്ട് തല ചായ്ക്കാനൊരിടവും, അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ കർഷകർക്ക് അവരുടെ ശബ്ദമായി പിതാവ് എന്നും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നൂതനമായ വിദ്യാഭ്യാസ മേഖലയിലെ തൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ടും അനുഭവ സാക്ഷ്യം കൊണ്ടും തനതായ തന്മയത്വം വ്യത്യസ്തമായ രീതിയിൽ നല്ല എഡ്യൂക്കേഷൻ നൽകുന്ന രീതിയിൽ സംവിധാനങ്ങൾ ക്രമപ്പെടുത്തുകയും അതിനുവേണ്ടി വളരെയധികം ത്യാഗം ചെയ്യുകയും ചെയ്യുന്ന പിതാവാണ് നമ്മോടൊപ്പം ഉള്ളത്. അജഗണത്തിന്റെ ഹൃദയസ്പർശങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ അജഗണങ്ങളുടെ ചിന്തകളും പരാതികളും ആവശ്യങ്ങളുമായിട്ടാണ് പ്രതിനിധികളുമായിട്ടാണ് ഇവിടെ ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന പിതാവിന്റെ സാന്നിധ്യവും നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. അതുപോലെ തന്നെ മാർ തോമസ് ശ്ലീഹായുടെ നാമവേദന തിരുനാൾ ആഘോഷിക്കുമ്പോൾ പിതാവിന് 1000 ആശംസകളും ഹൃദയം നിറഞ്ഞ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ എല്ലാ ഭക്തസംഘങ്ങളെ പ്രതികരിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ ആശംസ അറിയിച്ച് സംസാരിക്കുന്നു ശ്രീ വർഗീസ്. നമ്മുടെ രൂപതയുടെ തലവനും CBCയുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന അഭിനന്ദ പിതാവി, നമ്മുടെ വികാരി ജനറൽ ഒരിക്കലച്ച, പ്രോട്ടോകാരി ചാക്കോ വെള്ളച്ചാലച്ച, അജവാന സമിതി സെക്രട്ടറി കേൾത്തോ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ഒത്തിരി പ്രസംഗമായി തോന്നുന്നു. നമുക്കറിയാം, എത്ര പറഞ്ഞാലും അധികം പറ്റാകാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ പിതാവ്. ദീർഘമായ 14
വർഷക്കാലം ബത്തേരി രൂപതയെ നയിച്ചു. അതോടൊപ്പം തന്നെ നല്ല ഒരു മാതൃകയിലൂടെ നമ്മുടെ സഭാസമൂഹത്തിന് മാത്രമല്ല ഈ പ്രദേശത്ത് വയനാടിൻ്റെ, പ്രത്യേകിച്ച് വയനാടിൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിനെയാണ് എടുത്തു പറയാൻ പോകുന്നത്. മനുഷ്യൻ്റെ ഏത് പ്രശ്നം വന്നാലും അവിടെ പിതാവുണ്ടാവും. റോഡിൻ്റെ ആയിക്കോട്ടെ, വന്യമൃഗങ്ങളുടെ പ്രശ്നമായിക്കൊള്ളട്ടെ, കർഷകരുടെ പ്രശ്നമായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് വിഷയത്തിലും അവിടെ പിതാവുണ്ടാവും. പിതാവിനോടൊപ്പം നമ്മളുണ്ട്. അതാണ് നമ്മുടെ രീതി. കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും തന്നെ MCA പ്രോഗ്രാമിലെ എല്ലാ പ്രോഗ്രാമിലും പിതാവിൻ്റെ കൂടെ വന്ന് സംബന്ധിക്കും. അപ്പോൾ എപ്പോഴും എല്ലാ വളരെ ശുഷ്കാന്തിയോടുകൂടി നമുക്ക് നേതൃത്വം നൽകുന്ന അറിയുന്ന പിതാവ്. നമുക്കറിയാം, സെൻറ് തോമസ് ദിനാചരണം, പിതാവിൻ്റെ നാമഹേതു തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ പിതാവിന് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടവകയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി, നമ്മുടെ സഭാസമൂഹത്തിന് വേണ്ടി പിതാവ് ചെയ്തിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ നിർത്തുന്നു. ഇപ്പോൾ നമ്മുടെ ഇടവയിൽ നിന്നുള്ള ഒരു ചെറിയ സമർപ്പണം പിതാവിൻ്റെ നാമഹേതു തിരുനാളിനും അതുപോലെ തന്നെ രൂപതയുടെ സ്വന്തമായ ഭവന പദ്ധതിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന സമയമാണ്. നമുക്ക് ഓരോ ഇടവയിൽ നിന്ന് പേര് വിളിക്കുമ്പോൾ വികാരി അച്ഛന്മാരോട് ചേർന്നുകൊണ്ട് പിതാവിന് നമുക്ക് ഈ നിയോഗം സമർപ്പിക്കാം. ആദ്യമായി തന്നെ ചീങ്ങേരി ഇടവയിൽ നിന്ന് നമുക്ക് നല്ല കൈയടി ഇടിച്ച് ഈ ഒരു ദിവസം വളരെ സന്തോഷപൂർവ്വം ചീങ്ങേരി ഇടവക വളരെ സന്തോഷപൂർവ്വം നമുക്ക് പിതാവിന് ഈ ഒരു നിയോഗം സമർപ്പിക്കാം. അടുത്ത ഇടവക കൽപ്പറ്റ ഇടവക. ബഹുമാനപ്പെട്ട വികാരിയോട് ചേർന്നുകൊണ്ട് തന്നെ കൽപ്പറ്റയിലുള്ള സ്നേഹ സന്തോഷം. തുടർന്ന് കാര്യമ്പാടി ഇടവക. കാര്യമ്പാടി ഇടവകയിൽ നിന്നും അടുത്തതായിട്ട് കുളവപ്പാറ. തുടർന്ന് കുപ്പക്കൊല്ലി ഇടവക. ലക്കിടി ഇടവക. ഇവിടെ നിന്ന് ദൂരം സഞ്ചരിച്ച് പിതാവിനോട് ചേർന്നുകൊണ്ട് ഈ സന്തോഷമുണ്ട്. നമുക്ക് നല്ലൊരു കൈ നമ്മുടെ മോൻസിനോർ അച്ഛൻ്റെ ഇടവക മാണ്ടാട് ഇടവക. മാണ്ടാടിൽ നിന്ന് നെല്ലിമാളം. ഏറെ സന്തോഷപൂർവ്വം നല്ല മനസ്സോടുകൂടി നമുക്ക് ഈ ഒരു കൈയടിച്ചു സന്തോഷപൂർവ്വം ചെയ്യാം. മീനങ്ങാടി അടുത്തത്. മീനങ്ങാടിയിൽ ബഹുമാനപ്പെട്ട അൽഫോൻസിനോട് സംഗീതനാണ്. സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. മീനങ്ങാടിയിൽ അടുത്തത് തരിയോട്. തരിയോട് നിന്ന് വികാരി പ്രിയമുള്ളവരെ, അമ്മയുടെ പിതാവ് ഇപ്പോൾ നമ്മുടെ ഇനി ആരെങ്കിലും വ്യക്തിപരമായിട്ട് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ അവസരത്തിൽ കൊടുക്കാം. എങ്കിലും അമ്മയുടെ പിതാവ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുക. ബത്തേരി രൂപതയുടെ വികാരിയിൽ നിന്നും കൽപ്പറ്റ ജില്ലയുടെ എല്ലാ കാര്യമായ ഡോക്ടർ ജാഫർ എലിക്കൽസൺ, നമ്മളുടെ രൂപതയുടെ പ്രൊപ്പറേറ്റർ ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ, പ്രിയപ്പെട്ട എന്തോ, ബഹുമാനപ്പെട്ട പ്രഭുദർശൻ, ഇടവകയുടെ വികാരി, മറ്റ് വലിയ സഹോദരങ്ങളെ,
സഹോദരങ്ങളെ, ഇവിടെ മനോഹരമായ 3-4 പ്രസംഗത്തിലൂടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകി. അതിന് പ്രത്യേകമായി നമ്മുടെ രൂപതയുടെ പേരിലും എൻ്റെ നാമത്തിലും നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. ഈ കൽപ്പറ്റ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഈ ദേവാലയത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ വാടകപ്പയിലെ മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ പോയി കണ്ട് കുർബാന ചൊല്ലിയ ആളാണ് നമ്മുടെ കാര്യം. അപ്പോൾ എങ്ങനെ പലതുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് കൽപ്പറ്റ നഗരയും കൽപ്പറ്റയിലെ ഈ ദേവാലയം എന്ന് പറയുന്നത്. ഈ കുടിവരവാണെങ്കിൽ നമുക്കറിയാം, വളരെ കൃത്യമായ ഉള്ളിൽ വളരെ സന്തോഷവും ആനന്ദവും നൽകുന്ന ഒരു കുടിവരവാണ് നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണമൊക്കെ ഇവിടെ പറഞ്ഞ് കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ബന്ധുവും ശിഷ്യനും ഭാരതത്തിൻ്റെ അപ്പോസ്തലനുമായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ജൂലൈ 3-ാം തീയതി നമ്മൾ ആഘോഷിക്കുകയാണ്. തോമസ് അവതാരങ്ങളായിട്ട് പഠിച്ച മാധ്യമങ്ങളുടെ മക്കൾക്ക് ബന്ധു ചുമ്മാരും ഒക്കെ ധാരാളം ഉണ്ട്. നമ്മുടെ രൂപതയിൽ തോമസ് ശ്ലീഹയുടെ നാമത്തിൽ ദേവാലയങ്ങളുണ്ട്. ഈ രൂപത ആരംഭിച്ചപ്പോൾ ആരാധിക്കണം സ്വർഗീയ മധ്യസ്ഥൻ എന്ന് അഭ്യുന്നതനായ സെൽബസേരിയസിന്മേനി തോമസ് ശ്ലീഹായെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ അടിസ്ഥാനമായ തോമസ് ശ്ലീഹായെ തന്നെ ഭാരതത്തിൻ്റെ ക്രൈസ്തവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ വിശ്വാസപിതാവായ തോമസ് ശ്ലീഹായുടെ പേര് കൊടുത്തു. കത്തീഡ്രൽ പള്ളി അവിടെ ആരംഭിച്ച അവസരത്തിൽ തോമസ് ശ്ലീഹായെ കത്തീഡ്രൽ പള്ളിയുടെ മധ്യസ്ഥനായിട്ട് വെച്ചു. സെമിനാരിൽ തുടങ്ങിയപ്പോഴും തോമസ് ശ്ലീഹായെ തന്നെ മധ്യസ്ഥനായിട്ട് വെച്ചു. പിന്നെ പ്രത്യേകമായ അവസരത്തിൽ തോമസ് ഇവിടെ തോമസ് ആയിട്ട് വന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ വലിയ പരിപാലനയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസ അനുസ്മരണയുടെയൊക്കെ ഭാഗമാണ്. അതുകൊണ്ട് അവരെല്ലാത്തിനും തോമസ് ശ്ലീഹായുടെ പേരെടുത്തതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഭാരതത്തിലെ സഭയും വിശ്വാസം എല്ലാം ആരംഭിക്കുന്ന തോമസ് ശ്ലീഹായുടെ വിശ്വാസം എന്നാണ്. എൻ്റെ കർത്താവിനെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പലസ്തീനായ വിദൂരമായ ഇവിടെ വന്ന് വിശ്വാസത്തിൻ്റെ നന്മകളെ നമുക്ക് നൽകി. തോമസ് ശ്ലീഹായുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് യൂദാത്തോമ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് ഭാഷയുടെ പേര് ദിദീമോസ് എന്നാണ്. ദിദീമോസ് 2 ലക്ഷം എന്നാണ്. ഈ തോമസ് ശ്ലീഹ അറിയാവുന്ന ശിഷ്യന്മാരിൽ 2 യൂദാമാരുണ്ടായിരുന്നു സ്പൈയപ്പെടാൻ. അതുകൊണ്ട് തിരിച്ചറിയുവാൻ വേണ്ടി യൂദാത്തോമായ തോമസ് ശ്ലീഹായെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇരട്ടയിൽ വന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ തോമസ് ശ്ലീഹ തോമസ് ശ്ലീഹയുടെ വിശ്വാസത്തിൻ്റെ നന്മകളും അതിൻ്റെ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിലെ സുവിശേഷമുള്ളതായി നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമുക്ക് അവനോട് കൂടി പോയി മരിക്കാം. എൻ്റെ കർത്താവേ എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന് വലിയ ആഴമുള്ള വ്യക്തിയായ തോമസ് ശ്ലീഹ. നമ്മൾ ചിന്തിക്കുകയാണ് തോമസ് ശ്ലീഹ ഇവിടെ വന്ന് എന്താണ് ചെയ്തത്, എന്താണ് നൽകിയത്? തോമസ് ശ്ലീഹ ഇവിടെ വന്ന് നൽകാൻ കുറേ യേശുക്രിസ്തുവിനെ നൽകിയിട്ടുള്ളതാണ്. ഒരു വിശ്വാസി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ജ്ഞാനം യേശുക്രിസ്തുവിനെ നൽകണം. യേശുക്രിസ്തുവിൻ്റെ ശൈലി അനുവർത്തിക്കണം. യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ പരിശ്രമിക്കണം. അപ്പോൾ നമ്മൾ പറയും യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കണം എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ തോമസ് ശ്ലീഹായും രക്തസാക്ഷിയുടെ ജീവിതം നമുക്ക് കണ്ടാൽ അത് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ വ്യക്തിയാണ്. 1982 ഇവിടെ വന്ന തോമസ് ശ്ലീഹ 20 വർഷക്കാലം ഭാരതത്തിലും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് യേശുവിനെ സാക്ഷിച്ച് തൻ്റെ ജീവിതം രക്തസാക്ഷിയായിട്ട് സമർപ്പിച്ച 20 വർഷം വലിയ രക്തസാക്ഷിയാണ്. സ്ത്രീകന്മാർ എല്ലാവരും തന്നെ രക്തസാക്ഷികളാണ്. യോഹന്നാൻ ശ്ലീഹ ഒഴികെ വളരെ വിശ്വാസം വേണ്ടിയുള്ള വലിയ സമർപ്പണം ധീരമായ മരണത്തിലേക്ക് നയിച്ചു വന്നു. പിന്നെ തോമസ് ശ്ലീഹ ഇവിടെ നൽകി ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ശ്ലീഹയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ലോകത്തിൻ്റെ കൃഷി ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പുസ്തകം വേദപുസ്തകം തോമസ് ശ്ലീഹയാണ് ഇവിടെ കൊണ്ടുവന്നത്. തോമസ് ശ്ലീഹയാണ് നമുക്ക് വേദപുസ്തകം നൽകിയത്. വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹമുള്ളത്.
നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. പിന്നെ തോമാസ്ലീഹ എന്ന് വെച്ചാൽ തോമാസ്ലീഹ നമുക്കറിയാവുന്നതുപോലെ ഈ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ മാതാവിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ തോമാസ്ലീഹ നമുക്കറിയാവുന്നതുപോലെ ഇവിടെ നിന്ന് മാതാവിൻ്റെ ഒരു പടവുണ്ട്. ഇവിടെ എല്ലാ ദേവാലയങ്ങളും നോക്കിയാൽ മാതാവിൻ്റെ ഒരു പടം കാണും. തോമാസ്ലീഹ ഉണ്ടെന്നാണ്. പിന്നെ തോമാസ്ലീഹ എന്താണെന്ന് വെച്ചാൽ ഈ ദിവസക്കാരോട് ജീവിച്ച 7 പള്ളികളുള്ളത് പള്ളികളുടെ ഒരു വലിയ സംരക്ഷകനായ വിശ്വാസ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടാണ് രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത്. തോമാസ്ലീഹ വിസ്മരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ഫൗണ്ടേഷനും ഇട്ടത് വിശുദ്ധനായ തോമാസ്ലീഹ. യഥാർത്ഥത്തിൽ എനിക്ക് തോമസ് എന്നുള്ള പേര് കിട്ടുന്ന ദൈവത്തിൻ്റെ പ്രത്യേക ഒരു പരിപാലനം കിട്ടിയാണ്. നമ്മുടെ ഈസ്റ്റേൺ പാരൻ്റൊക്കെ സെക്രട്ടറി ആരോഗ്യസും ഒക്കെയാണ്. ഞാനിങ്ങനെ 2-3 പേരൊക്കെ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അന്ത്യവികാരിയാണ് കൊല്ലത്തെ തോമാസ്ലീഹ സ്ഥാപിച്ച എൻ്റെ അടുത്തുള്ള മലങ്കര കത്തോലിക്ക പള്ളി സെൻറ് തോമസ് ദേവാലയം കടപ്പാക്കടയാണ് അന്ത്യവികാരി ആവുന്നത്. ഞാൻ ജനിച്ചത് വളശ്ശേരിക്ക എന്ന് പറയുന്ന നിലയ്ക്കൊക്കെ അടുത്താണ് തോമാസ്ലീഹ സ്ഥാപിച്ച പള്ളിയുടെ അടുത്താണ്. പിന്നെ എൻ്റെ പൂർവ്വപിതാക്കന്മാർക്കും ഒരുപാട് പേർക്ക് തോമസും ജോസഫും എന്നുള്ള പേരുണ്ട്. എനിക്ക് ജോസഫ് എന്ന പേരുണ്ട്, അപ്പച്ചൻ്റെ പേര് തോമസ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ എത്രനായ അവസരത്തിന് തിരുമേനിയാണെന്ന് പോയി പ്രാർത്ഥിച്ച് നല്ല പേരെ വിളിച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ പാരമ്പര്യം അനുസരിച്ച് നിങ്ങളൊരു പേരെ കൊണ്ടുപോയി 3 പേരുണ്ട്. ഇവിടെ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന സിമ്പിൾ പേരൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പം രാമന് എൻ്റെ ഒരു സിമ്പിൾ പേരുണ്ട്, അത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോസഫ് മാർ തോമസ്. അതാണ് നല്ല പേര്. അതാണ് തോമസിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇവിടെ ഒത്തിരിയിരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ഈ ജോസഫ് മാർ തോമസ് അല്ലെങ്കിൽ ചിലപ്പോൾ കാറിയോസെന്നോ അലഗനീസെന്നോ കോമീസെന്നൊക്കെയാണ് എൻ്റെ പേര് വരുന്നത്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ പരിപാലനയുണ്ടായ ഒരു വലിയ പേരാണ് ഈ തോമസ് എന്ന് പറയുന്ന പേര്. അതെല്ലാം നമ്മുടെ വിശ്വാസത്തിന് കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പം തോമാസ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ രൂപതയുടെ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ തിരുനാളായിട്ട് സുജ്ഞാൻ്റെ തിരുനാൾ രൂപതയുടെ മൊത്തം തിരുനാളായിട്ട് ആഘോഷിക്കുന്ന ദിനമാണ് തോമാസ്ലീഹയുടെ. അപ്പം ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ നമ്മുടെ എല്ലാ പിതാവായ നമ്മുടെ എല്ലാവരുടെയും പൊതുവായ പെരുന്നാളാണ് ജൂലൈ 3 എന്ന്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു പേരുണ്ടായെന്നുള്ളത് പ്രശ്നം. ഇതിനപ്പുറത്ത് വലിയ ദാർശനികതയുള്ള ഒരു തിരുനാളാണ് തോമാസ്ലീഹയുടെ തിരുനാൾ എന്ന് പറയുന്നത്. അപ്പോൾ തോമാസ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം. ഞാനിവിടെ വന്ന അവസരത്തിൽ എന്നെ സ്വാധീനിച്ച 2-3 കാര്യങ്ങളിലൂടെ ചരിത്രമൊക്കെ പറഞ്ഞു കിട്ടാണ്. അപ്പോൾ ഞാൻ ജീവിച്ചു വളർന്ന നാട് വലിയ സമ്പന്നമായ നാടെന്ന് വളർച്ചയെക്കുറിച്ച് ഗ്രാമമാണ്. പക്ഷേ ഇവിടെ പട്ടിണി കിടക്കുന്ന ആരുമില്ല, ആഹാരമില്ലാതെ കിടക്കുന്നുണ്ട്, ഒരു ചെറിയ കൂലിയില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടോ എനിക്കറിയാം, പക്ഷെ അങ്ങനെയില്ല. വിശക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ കയറി വന്ന് കണ്ടിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഒരു സ്പെഷ്യൽ രാവിലെ ഉച്ചയ്ക്കായിട്ടോ കഴിക്കുന്നവരാണ്. പിന്നെ പഠിച്ച് വളർന്നത് തിരുവനന്തപുരം പട്ടണത്തിലാണ്. അവിടെ നിങ്ങൾക്കറിയാമല്ലോ ഈ മിഷൻ കേന്ദ്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം സമ്പന്നമാണെന്ന് അറിയാം. ക്യാമ്പസ് എന്നൊക്കെ പറയും. പിന്നെ മെത്രാനായിട്ട് പോയ സ്ഥലത്ത് പട്ടിണിയുള്ള സ്ഥലമൊന്നുമില്ല. അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് കൺട്രീസിലൊക്കെയാണ്. അപ്പം അങ്ങനെ ഈ പട്ടിണി അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി വലിയ അവബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബത്തേരിയിലേക്ക് 2010 വിടാനായിട്ടുള്ള നിർദ്ദേശപിതാക്കന്മാർ വെച്ചത്. ഞാൻ പറഞ്ഞു സഭയെ ആവശ്യപ്പെടുന്നത് എവിടെയും പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നപ്പോൾ എന്നെ സ്പർശിച്ച 3 സംഭവങ്ങളുണ്ട്. അത് വളരെ വളരെ എന്താണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന സംഭവങ്ങൾ. എന്നോട് വന്നൊരു 2 ദിവസം കഴിഞ്ഞപ്പം ബാബാ തിരുമേനിയുടെ സഹോദരി ജോയിസ് ആണെന്ന് തപോവനത്തിലെ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന വലിയ സിസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ചേർത്തുടങ്ങിയ ഒരു ആൾക്കാർ നമ്മുടെ എൻസിക്കാരാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ജോയിസ് എന്നെ വിളിച്ച ഒരാൾ ജോയിസ് എനിക്ക് നേരത്തെ കൊല്ലത്തോടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ പരിചയമുണ്ട്. ഭക്ഷണം കൊടുക്കാനില്ല, ഭക്ഷണം കൊടുത്തു. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ഒരാളപ്പോൾ ഭക്ഷണമില്ല, ഇവിടെ 10-30 ആൾക്കാരുടെ ഭക്ഷണമില്ല, ഭക്ഷണം. ഞാൻ പറഞ്ഞു 2 മിനിറ്റിനകം ഭക്ഷണത്തിലുള്ള പൈസ അവിടെ വരുന്നതാണ്. ഇന്നിങ്ങനെ വിളിച്ചു പറയേണ്ട ആ കാര്യമില്ല, അവിടെ ഭക്ഷണമില്ല, അല്ലെങ്കിൽ തലവ് സമയിച്ചാൽ മതി. അരമനെ ഭക്ഷണമില്ലെങ്കിൽ തോരത്തിൽ ഭക്ഷണം ഉണ്ടായിരിക്കണം. പിന്നെ 5000 രൂപ കൊടുത്ത് ഇട്ട് റെസ്റ്റോറൻറ്റ് ഭക്ഷണം കയറി. പിന്നെ നമ്മൾ അതിന് വേണ്ട ക്രമീകരണമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ ഒരു ബിഷപ്പിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ അറിവ് വരുന്നത്. ഭക്ഷണമില്ലാതെ ഇരിക്കുന്ന കുറേ മനുഷ്യർ. അത് കഴിഞ്ഞൊരു 8 മാസമായപ്പോഴത്തേക്ക് പ്രായമുള്ള
വേദനിച്ച് ഒരു അമ്മയും ഒരു പിതാവും വളരെ വേദനിച്ച് എൻ്റെ അടുത്ത് മുറിയെന്ന് പറഞ്ഞ് ഇതായ ഭക്ഷണം കഴിച്ച് 2-3 ദിവസമായി ഭക്ഷണം കഴിക്കുന്നത് പൈസ തരുമെന്ന് ചോദിച്ചു. അവരെ കണ്ടവിടെ ദയനീയമായ ആരാമ വിടണമെന്നൊന്നും എനിക്കറിയത്തില്ല. അവരവിടെ വന്നു. നമുക്ക് അതിന് ധാരാളം ആൾക്കാർ വരുന്നതാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തരാൻ 2 ദിവസത്തേക്കല്ല 3-4 ദിവസത്തേക്കല്ല എന്ന് പറഞ്ഞു. അവർക്കും ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തു. പിന്നെ ഒരു വർഷം കഴിഞ്ഞ വർഷത്തിലാണ് നമ്മുടെ പാക്കടവയിൽ ഇപ്പോഴും മതിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ഞാൻ കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വേറെ ചോദിച്ചു നമ്മുടെ കുട്ടി സന്ദേശം പഠിക്കാൻ വന്ന ദിവസത്തിൽ ആന ചവിട്ടിക്കൊന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നൊരു സംഭവമാണ്. ആന ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുക്കാൻ പോയി. നമ്മുടെ സന്ദേശ സ്കൂൾ പഠിക്കാൻ പോയ കുട്ടിയെ ആന മുടിയിൽ പിടിച്ച് ചവിട്ടി അരച്ച് ആൺകുട്ടികളുടെ അമ്മ ഓടി രക്ഷപ്പെട്ട് ഞാനവിടെ ചെന്നു. ആ ഒരു കാഴ്ചയ്ക്ക് വളരെ വിളിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു രംഗമാണ്. അങ്ങനെ ഈ ആന ചവിട്ടി വന്നു. പിന്നെ നമ്മളൊക്കെ വളർക്കും ജയിക്കാൻ നമ്മൾ മാറ്റി വീട് കൊച്ചുള്ളത് നമ്മുടെ എന്താണ് പള്ളിയിൽ പള്ളിയിൽ ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പുൽപ്പള്ളിയിലെ ഉൾഭാഗത്ത് ഒരു കാര്യത്തിന് പോയിരുന്നു. നമ്മുടെ റോസക്കുട്ടി ടീച്ചർ വഴിയായിട്ടാണ്. ടീച്ചർ നമ്മുടെ MLA-ആണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അടുത്തുനിന്ന് പോകും. ഒരു വീട് ഗവൺമെൻറ് കൊടുത്തൊരു വീട് പകുതി കിട്ടിയിട്ടുണ്ട്. ഒരു ബാത്റൂം ഒക്കെ ഉണ്ടാക്കിയത്. അതിനകത്ത് ഒരു ആടിനെ കെട്ടിയിട്ടുണ്ട്. ബാത്റൂം കൂരയൊക്കെ ഇല്ല. ഒരു സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പാവപ്പെട്ട സ്ത്രീ ഭർത്താവ് വിളിച്ചിട്ട് പോയാണ്. ആദിവാസി സ്ത്രീയാണ്. 2-3 കുഞ്ഞുങ്ങൾ വർക്ക് പറ്റാത്ത കുഞ്ഞുങ്ങളൊന്ന് കയ്യിൽ. അവർക്ക് അത്യാവശ്യം വീടെന്തായെന്ന് വെച്ചാൽ രാവിലെ സ്കൂളിൽ പോയിട്ട് ഒരു പാത്രമുണ്ട്. ഒന്നും അറിയില്ലാത്ത ഒരു സ്ത്രീയാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളും ഭർത്താവ് വിട്ടിട്ട് പോയിട്ടുണ്ട്. ചെറിയ ചുറ്റുപാത്രങ്ങൾ കഞ്ഞി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വൈകിട്ടത്തേക്കും രാവിലത്തേക്കും കഞ്ഞി എടുത്തോണ്ട് വന്ന് കഴിക്കുന്ന സമയമാണ്. അവിടെ വന്ന് ഞാൻ പറഞ്ഞ ടീച്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. ടീച്ചറോട് വന്നിട്ട് ഉടനെ വിളിച്ചു വന്ന് കളക്ടറോട് പറഞ്ഞ് മാസം തോറും ഉറങ്ങിയിട്ടുണ്ട് 10,000 കിടത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കി. പിന്നെ കിടന്നുറങ്ങാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയ ഒരു ആരംഭ ശുശ്രൂഷയാണ് എനിക്ക് വയനാട്ടിൽ ഈ 3 ഇൻസ്റ്റൻസ് വഴിയായിട്ട് ലഭിക്കുവാനായിട്ടിടയാണ്. അമേരിക്കയിലെ അവസരത്തിൽ ഞാൻ ആർച്ച് റൊമീനിയോയുടെ മനോഹരമായ ഗന്ധം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തൊക്കെ അമേരിക്കയിൽ ഒരു ഭക്തനായ വിശുദ്ധനാണ് ഇപ്പോൾ ആർച്ച് റൊമീനിയോ. അദ്ദേഹത്തിനോട് എന്താണ് രാവിലെ എണീറ്റ് പ്രാർത്ഥനയൊക്കെ നടത്തും. കുർബാനയൊക്കെ നല്ല ഭക്തിയായിട്ട് ചൊല്ലിയ ശേഷം ആൾക്കാരെ കാണും. അദ്ദേഹം അവനെ പോകാൻ ചെയ്യുന്ന അവസരത്തിലാണ് ഇവിടെ ഈ സ്ഥലത്തിലായി തെക്കേ അമേരിക്കയിൽ പറയുന്ന സ്ഥലത്തിൽ ഭയങ്കരമായ പട്ടാള ആക്രമണങ്ങളും മനുഷ്യരിക്കുന്ന ആൾക്കാരെ കാണാനില്ലാതെ പട്ടാളം താണ്ടുവാണ്ടുന്ന അവസരത്തിലാണ് ജനങ്ങൾ ഭയപ്പെട്ടാണ് ഇങ്ങനെ ഈ ദേവാലയത്തിൽ ഒരു ദിവസം കുർബാനയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ സ്നേഹിച്ച് പോയ അവസരം അമ്മച്ചി ഈ റൊമേരോട് ചോദിച്ചു, ആർച്ച് റൊമേരോ വൈ യു ആർ സൈലന്റ്? ഞങ്ങൾ കൊല്ലപ്പെടുന്നു, നിങ്ങൾക്ക് ആഹാരമില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണാതെ പോകുന്നു, സ്ത്രീകളെ ചവിട്ടിയടിക്കുന്നു, വൈ യു ആർ സൈലന്റ്? അത് പുസ്തകത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ്. ഇത് കുർബാന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതൊന്നും എന്നെ സ്പർശിക്കുന്ന കാര്യമെല്ലാം നേരത്തെ പള്ളിയിൽ പോലും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുന്നു, പള്ളിയോടെയിരിക്കും, എഴുതുന്നു, പോകുന്നു, ആവശ്യമുള്ള ശുശ്രൂഷ കൊടുക്കുന്നു. കുർബാന ഇങ്ങനെ അവസരത്തിലാണ് ഈ അമ്മച്ചി ഇന്ന് ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ ചവിട്ടി അരച്ച് എല്ലാവരെയും വിശുദ്ധരാക്കി ഇല്ലാതെയാക്കുന്ന സ്ഥലത്ത് സൈലന്റ്. എന്നിട്ട് അന്ന് ഉച്ചയ്ക്കാണ് ഈ ആർച്ച് റൊമേരോ ഇങ്ങനെ സമൂഹത്തിലൊക്കെ ഇതിനെതിരെ പോരാടി. അദ്ദേഹത്തിനെതിരെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹത്തെ പല പ്രാവശ്യം അറ്റാക്ക് ചെയ്തു. അവസാനം അൽത്താരയിൽ കുർബാന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുളമുയർത്തി കഴിഞ്ഞ് വെടിയേറ്റ് മരിച്ച് അൽത്താരയിൽ വീഴുന്ന കഥയല്ല, ആർച്ച് റൊമേരോയുടെ ലൈഫാണ്. അദ്ദേഹത്തെയാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായിട്ട് ഉയർത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം എന്താ പറയുക, സുവിശേഷം അറിയിക്കുക നമ്മുടെ എല്ലാം ജോലിയാണ്. ബാപ്റ്റിസ്റ്റ് ആൻഡ് സെന്റ് ഫ്രാൻസിസ് മാർപ്പാപ്പ മനോഹരമാണ് മാംസകരിച്ച എല്ലാവരുടെയും ജോലിയാണ് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുകയും യേശു ക്രിസ്തുവിനെ അറിയിക്കുകയും ചെയ്യുക ബാപ്റ്റിസ്റ്റ്. രണ്ടാമതായിട്ട് സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം എല്ലാ തിന്മകളും അകറ്റുന്ന ഒരു വലിയ പ്രത്യാശയുടെ അടയാളമാണ്. അവിടെയാണ് പറഞ്ഞത് വൈദികരെയൊക്കെ ദൈവത്തിൽ പറയുന്ന അവസരത്തിൽ എന്നോടുകൂടി സുവിശേഷം സ്നേഹിക്കാൻ, പിശാചുകളെ പുറത്താക്കുവാൻ, തിന്മകളുടെ അടയാളമായ എല്ലാ പിശാചുകളെയും ഇല്ലാതെയാക്കുവാനായിട്ടുള്ള ദൗത്യം ഒരു പുരോഗമന കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട്. അവിടെയാണ് യേശു പറയുന്നത് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന
ഒരു വിമോചനത്തിൻ്റെ വലിയ ശക്തിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഞാൻ അമേരിക്ക പോകുന്ന സുഹൃത്തുക്കളിൽ അസിസ്റ്റൻ്റായിട്ട് സഹായമെത്രാനായിട്ടാണ് ഞാൻ മെത്രാനാകുന്നത്. അപ്പോൾ അമേരിക്ക പോകുന്ന അവസരം ഞാൻ ചോദിക്കുന്നത് അമേരിക്ക പോയി എന്താ ചെയ്യില്ലേ? ഈ പ്രധാനമന്ത്രിക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, കാരണം നമുക്ക് നാളെ അറിയത്തില്ലേ അച്ഛനായി കുറേ നാളായല്ലോ അറിയത്തില്ലെന്ന് വെച്ചു. അതുകൊണ്ടാണ് അമേരിക്ക പോയിട്ട് തിരുമേനി പാവൊഴി വാക്കെല്ലാം ചെയ്തോളാം, പാവൊഴി പാവം ചെയ്ത് ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ മനുഷ്യന് നന്മയായ എല്ലാ പ്രവൃത്തികളും യേശു ക്രിസ്തു ചെയ്തു തന്നതാണ്. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ലിബറേഷൻ, മനുഷ്യനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുക, പാപത്തിൽ നിന്ന് മോചിച്ച് അവന് പിതാവായ ദൈവത്തെ പോലെയുള്ള പൂർണ്ണനായ മനുഷ്യനാകും. സുവിശേഷം 5:48 എന്താണ്? നിങ്ങൾ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണനായിരിക്കുകയാണ്. പരിപൂർണതയിലേക്കുള്ള വളർച്ചയാണ് സുവിശേഷം, വിശ്വാസം എന്നൊക്കെ പറയാം. അല്ല വിശ്വാസം പാപത്തിന് മാത്രമല്ല, അത് വളർച്ചയാണ്, ദൈവത്തിലേക്കുള്ള ഒരു വലിയ വളർച്ചയാണ്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര അപൂർണരായിട്ടാണ് ജനിക്കുന്നത്. മാതാവിൻ്റെ വിധത്തിൽ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞായിട്ട് ജനിച്ച്, പിന്നെ അതിൻ്റെയൊക്കെയോ സഹായങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാരുടെയും കുടുംബത്തിൻ്റെയൊക്കെ സഹായങ്ങളുണ്ട്. ഒന്ന് ഒരു വലിയ കാര്യത്തിലൊക്കെ ഉള്ളത് ഈ മനസ്സിലാണ് നമ്മളൊക്കെ മനസ്സിലായത്. വളർന്നു തന്നെ അവിടുന്ന് ആഹാരം സ്വീകരിച്ച്, സൗകര്യം സ്വീകരിച്ച്, വിദ്യാഭ്യാസം സ്വീകരിച്ച് അനേക ആൾക്കാരുടെ സഹായങ്ങൾ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങൾക്ക് പിടിച്ച് ജീവിച്ചു പോകുന്നത് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണതയിലേക്കുള്ള വളർച്ചയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഈ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ദൈവിക ജീവിതം എന്ന് പറയും. അപ്പം അങ്ങനെ വളരണമെങ്കിൽ നമുക്ക് ആഹാരം കിട്ടണം, ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമാണ്, ബുദ്ധിയുടെ വളർച്ചയ്ക്ക് അറിവ് ആവശ്യമാണ്, ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് പ്രാർത്ഥനയും കുർബാനയൊക്കെ ആവശ്യമാണ്. അങ്ങനെ ഒരു വലിയ സമഗ്രമായ വളർച്ചയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷത്തിൻ്റെ നന്മയിലേക്ക് കടന്നു വരുന്ന ഒരു വിളിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സഭയെ സംബന്ധിച്ച് ലോകത്തെ നോക്കുമ്പോൾ സഭയെ സംബന്ധിച്ച് സഭയിൽ ചർച്ച ചെയ്യുന്ന ഇടവകയിൽ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും അതൊന്നും ദൈവികമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കടന്നു വരാറാണ്. നമുക്ക് കാണുന്ന പോലെ ഇതിനെ പോലെ ആൾക്കാരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരു ചെവിട്ടത്തെടുക്കുന്ന മറ്റേ ചെവിട്ട് കാണിച്ചു കൊടുക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക ഒക്കെ പറഞ്ഞ ഒരു സുവിശേഷത്തിൻ്റെ ആവിഷ്കാരം ഇന്നെങ്ങനെയാണ്? പല സഹോദരൻ ആരെയും കുറ്റം പറയുന്നുണ്ട്, തെറ്റിദ്ധരിക്കുന്നത്. പല സഹോദരനും വഴക്കാണ്, കേസാണ്. ആരെ നേതൃത്വം കൊടുക്കുന്നത്? എത്രാന്മാർ അല്ലെങ്കിൽ സഭാതലവന്മാർ. പക്ഷെ ഒന്ന് ചെറുത് പ്രാർത്ഥിച്ചു കൊണ്ടുകൊണ്ടു വടിയെടുത്തോണ്ട് പോവാണ്. ഞാൻ അമേരിക്കയിലെ ശുശ്രൂഷ ഭയങ്കര രസകരമായ കാര്യമാണ്. വെച്ചെന്നാല് പറഞ്ഞിട്ടുണ്ട് മാപ്പാപ്പ 8 മിനിറ്റ് പ്രസംഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രാമാർക്കിട്ടൊക്കെ പ്രസംഗിക്കാൻ ഞാൻ അമേരിക്കയിൽ വെളിയിരിക്കുന്ന അവിടെ ഈ പിള്ളേരുടെ വലിയ ഈ കുടിയനായതൊക്കെ ബാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സായിപ്പുമാർ പിള്ളേരെ കുറേ വന്നിങ്ങനെ ഇരുന്ന് നമ്മുടെ പ്രിയദായസൊക്കെ മറ്റൊരു നല്ല മനോഹരമായ പാട്ടാണ്. പ്രിയദായശ്വരൻ മീനെ അലേറിയ കേൾക്കാൻ പറ്റും. പ്രിയദായസുണ്ട് ബാറയ്ക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ബാറയ്ക്കുന്ന സംഘാസത്തൊക്കെ കാണും. അപ്പോൾ പള്ളിയുടെ പള്ളിയിലൊക്കെ വന്നിങ്ങനെ പിള്ളേർ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മുടെ ഒരു പള്ളിയിൽ, ഒരു സഭയുടെ പള്ളിയിൽ അവർ പോയി എന്നൊക്കെ കേട്ട് കണ്ടു. എന്നിട്ട് നമ്മൾ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കൊടുക്കും. കമ്മിറ്റി മീറ്റിംഗ് കൂടെ ഒന്നും പറഞ്ഞാൽ അത് കസേര എടുത്ത് അങ്ങോട്ട് അടിക്കാൻ പറ്റും. നമ്മുടെ ഒരു കേരളക്കാരുടെ ഇവിടെ അടി അത് നമ്മുടെ ആരാധനയുടെ ഭാഗമായിട്ടുണ്ട്. ഒരു കേസ് ആരാധനയുടെ ഭാഗമായിട്ടുണ്ട്. എല്ലാവരും ഞാൻ അതിനെ പറ്റിച്ച് പറയും. വളർന്നവരെ പത്രമായിട്ടുണ്ട്. വിശ്വാസം ഇല്ലാത്തവരില്ല എന്നൊന്നുമില്ല. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി. അവിടെ നിന്ന് ബഹുമാനെ ആദ്യമായിട്ട് കാണുവാണ്. പള്ളിയിൽ നിന്ന് കസേര എടുത്ത് അങ്ങോട്ട് കമ്മിറ്റിക്കാർ അടിക്കുന്നത്. അപ്പോൾ ഇവർ ബഹുമാനെ മെഡിക്കൽ പ്രശ്നം പോലീസിന് നയനെ വിളിച്ചിട്ടുണ്ട്. നയനോട് പറഞ്ഞു, ദീസ് എന്താണ് ക്രിസ്ത്യൻസ് ആർ ഫൈറ്റിംഗ് വിത്ത് മിസൈൽസ് ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞു. ഒരു കുർബാന കണ്ട് മിസൈൽ കൊണ്ട് ഒരു അടി കൂടെ ഉള്ളത് എന്തോ കസേരത കൊണ്ട് കാണിക്കും. മലയാളികളുടെ ശൈലിയാണ്. ഇവിടെ അടി ഉണ്ടാക്കുക. കമാനോട് ചേർന്ന് എന്താണ് ദീസ് ക്രിസ്ത്യൻസ് ആർ ഫൈറ്റിംഗ് വിത്ത് മിസൈൽസ്. മിസൈൽ കൊണ്ട് അടിക്കുന്ന ക്രിസ്ത്യാനിയല്ല. നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ്, ഏത് പള്ളിക്കാരാണ്. അവിടെ നിന്ന് സ്നേഹവും കരുണയുമാണ്. സുവിശേഷം എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ആവിഷ്കരിച്ചാലും പറയാൻ കർത്താവിന്റെ പൂർണ്ണഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കുക. പിന്നെ പോലത്തെ ഇതിനപ്പുറം സുവിശേഷമൊന്നുമില്ല. വാക്കൊക്കെ പറയുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ വിശദീകരണങ്ങളും വിപുലീകരണങ്ങളും ഒക്കെ ഉണ്ട്. അതില്ലാത്ത പള്ളികൾ, അതില്ലാത്ത ക്രൈസ്തവ കൂട്ടായ്മകളൊന്നും ക്രിസ്തീയമല്ല. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് അവർ ഐഡന്റിറ്റി? നമ്മുടെ സ്വത്വ ഭാവം എന്ന് പറയുന്നത്, നമ്മുടെ സ്വത്വം ഞാൻ ആരാന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണ്. നമ്മുടെ
ക്ലാസ്സിലൊക്കെ പഠിച്ച ദൈവം നിന്നെ സൃഷ്ടിച്ചു, ദൈവം എന്നെ സൃഷ്ടിച്ചു, എന്നെ സൃഷ്ടിച്ചു, ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ദൈവത്തിന്റെ കൽപ്പന ജീവിക്കുവാനും അവസാനം സ്വർഗത്തിൽ പോകാനും ഞാൻ സന്ദർഭങ്ങൾ പഠിച്ചാണ്. ഇപ്പൊ പഠിപ്പിക്കാൻ അങ്ങനെ പഠിപ്പിച്ചത്. അതുപോലെ നമ്മുടെ സ്വന്തം ഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഐഡന്റിറ്റി. ക്രിസ്ത്യൻ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, അവൻ ആരാധിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, സമാധാനം സ്നേഹവും കരുണയും പങ്കുവയ്ക്കുന്നവനാണ്. ഇതെല്ലാം ക്രിസ്ത്യാനിയൊന്നുമല്ല, ചുമ്മാ മനസ്സിലാകുന്ന മറ്റു പല കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ സ്വത്വഭാവം ഐഡന്റിറ്റി ഓഫ് എ ക്രിസ്ത്യൻ. നമ്മളെന്തിനു പ്രാർത്ഥിക്കുന്നുണ്ടിട്ടാൽ ഉടനെ ചോദിച്ചാൽ അത് നമ്മുടെ ദൈവ ബന്ധത്തിൻ്റെ ഭാഗമാണ്, അത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഭാഗമാണ്. വിശുദ്ധ കുർബാനയിൽ എന്തിനാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിശുദ്ധ കുർബാന എൻ്റെ ആത്മീയ വളർച്ചയുടെ ഭാഗമാണ്. ആരാധന, സുവിശേഷം, ഇതെല്ലാം നമുക്കറിയാം. സുവിശേഷത്തിൽ ദൈവത്തോട് വളരുന്ന ഭാവങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ദൗത്യമാണ്, ദൗത്യബോധം. നമുക്ക് ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ കഥാപഞ്ഞാഴ്ച സ്വർഗത്തിലേക്ക് പോകുന്ന മത്തായിയുടെ സുവിശേഷം 16:15 പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിനാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ നിർണയിക്കപ്പെട്ടത്. ദേവദാസനായ മാറിവാനസിനിമേനിയുടെ ജീവിതമൊക്കെ പഠിക്കുമ്പോൾ ആ തിരുമേനി ജീവിച്ചു വളർന്നതിൻ്റെ ഏറ്റവും അടുത്ത് ജനിച്ചു വളർന്നയാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ പോകാൻ 4.5 കിലോമീറ്ററുള്ള ഉണ്ടെന്നതിപ്പോൾ അന്നൊക്കെ അവിടെ തിരുമേനിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൽ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. സഭ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു വലിയ ദൗത്യം. അത് 100 വർഷം നമ്മുടെ പുനരൈക്യം സെന്റിനറി ആഘോഷിക്കുമ്പോൾ എന്താണ് നമുക്ക് സഭയ്ക്ക് വേണ്ടതെന്ന് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും തന്നെ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ആഡംബരങ്ങളും ആഘോഷങ്ങളും നമുക്ക് വേണ്ട. നമ്മുടെ സഭയിലെ ഒരു നല്ല ശതമാനം ആൾക്കാർ പാവപ്പെട്ടവരാണ്. അവരെ സഹായിക്കുന്ന എന്തെങ്കിലും പദ്ധതികൾ വേണം. അതിൽ ഓരോ പിതാക്കന്മാർക്കും അവരുടെ സാഹചര്യം അനുസരിച്ച് ചുരുഷി പത്തനംതിട്ട മാവേലിക്ക തിരുവല്ലാക്ക് ഭവൻ പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ അത്യാവശ്യം നമ്മൾ വളരെ പിന്നിലാണ്. അപ്പോൾ ഓരോ പിതാക്കന്മാരെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ജനങ്ങൾക്കും ഒരു കുഞ്ഞ വീട് 5 സെന്റ് ഭൂമി കൊടുക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്താൽ നല്ലതാണ്. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് നമ്മുടെ പാസ്റ്റർ കൗൺസിലുകളുടെ സഭയിലൊക്കെ ഭാവാനുള്ള കൽപ്പന വഴിയായിട്ട് നൽകി. അങ്ങനെയുള്ള അവസരത്തിലാണ് പാസ്റ്റർ കൗൺസിൽ കൂടിയപ്പോൾ നമുക്ക് എന്തോട് ടേക്കപ്പ് ചെയ്തുകൂടാ. എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമാക്കാനുള്ള നിങ്ങൾ കൊടുക്കുന്നു. വേറെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ പാസ്റ്റർ കൗൺസിലുള്ള നിങ്ങൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ തന്നെ ആദ്യം സംഭാവന തരാറുണ്ട്. നമ്മൾ തന്നെ ആദ്യം സംഭാവന പാസ്റ്റർ കൗൺസിൽ നമ്മളൊക്കെ സംഭാവന നൽകി. അച്ഛന്മാരെ നൽകിയിട്ടുണ്ട്, സിസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്, വ്യക്തിപരമായി നൽകിയിട്ടുണ്ട്, കുടുംബങ്ങളായിട്ട് ഇടവകയായിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇടയനോടൊപ്പമുള്ള പരിപാടിയിൽ നമ്മുടെ ചെറിയ സംഭാവന, നമ്മുടെ ഭവനമില്ലാത്ത ഭൂമിയില്ല ഭൂമി നോക്കുമ്പോൾ നമ്മുടെ മിക്കവാറും എല്ലാം ദേവാലയങ്ങളുടെ 2-3 ഏക്കറൊക്കെ ഉണ്ട്. അതൊക്കെ കാട് പിടിച്ച് ഇവിടുത്തെ വെട്ടാനൊക്കെ അരവനെ പൈസ തന്നെ വെട്ടിക്കെട്ടാണ്. അവിടെ പഞ്ച താമസിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിക്കോളും. അപ്പോൾ അവിടെ നിന്ന് 5 സെന്റ് ഭൂമി കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. നമ്മൾ സ്വയംസ് വഴിയായിട്ട് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തി ഡയറക്ഷനാണ്. അപ്പോൾ നമ്മുടെ രൂപതയിലെ വീടില്ലാത്ത 200 കുടുംബങ്ങളാണ്. എന്താണ് സ്ഥലമില്ലാത്ത 71 വീടുകൾ. അങ്ങനെ 272 ഉണ്ടെങ്കിൽ ഇത് തീരും. ഒരു കുടുംബത്തിൻ്റെ ഈ വീടിൻ്റെ ഭാവമൊക്കെ നമ്മൾ ചിന്തിച്ച് ഒരു വീടിന് ഒരു 6 ലക്ഷം രൂപയുടെ ആവശ്യമേ ഉള്ളൂ. ഫോണിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുക. 1 ലക്ഷം രൂപ വരും ഇടവക്കാരൊക്കെ ഒന്ന് ചെയ്ത് കിട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബത്തേരി രൂപതയിൽ മിഷൻ ഉൾപ്പെടെ ഇപ്പോൾ 110 പള്ളികളുണ്ട്. ആ 110 പറഞ്ഞാൽ ശരാശരി ഒരു പള്ളിയിൽ 2 വീട് വളർന്നു കൊടുത്ത ബത്തേരി രൂപത സമ്പൂർണ്ണ ഭവന എന്താണ് രൂപതയായിട്ട് മാറി. 2 വീട് ഇവിടുന്ന് 2 വീടിന് അപേക്ഷയുള്ളൂ. അവരൊക്കെ ഒന്ന് ഒരു എന്തൊരു സന്തോഷം കൂടിയാണ് വെള്ളം പോലും നോക്കി കഴിഞ്ഞാൽ 2 പേരും വിധവകളാണ്. അങ്ങനെ നമ്മുടെ ഒരു ഇടവകയിൽ നിന്ന് കൂടി വന്നാൽ 2 വീട് വെച്ച് കൊടുത്താൽ മതി. അതിൽ 50ഓളം വീടുകൾ നമ്മൾ തീർത്തു. ഇപ്പോൾ ഒരു 10-40 വീടുകൾ എല്ലാ ജില്ലകളിലും 2 വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 വർഷം കൊണ്ട് ബത്തേരി രൂപത എല്ലാവർക്കും ഭവനമുള്ള രൂപതയായി പ്രഖ്യാപിക്കപ്പെടാനായിട്ട് സാധ്യം. അത് കേരള സഭയിലെ ഒരു ചരിത്ര സംഭവമായിട്ട് മാറും. അവിടെ ഇവിടെ അച്ഛന്മാരൊക്കെ പറഞ്ഞ പോലെ കണക്കൊക്കെ പറഞ്ഞ പോലെ വലിയ വിഷയം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ രൂപതയിൽ നമുക്കറിയാം 35,000-40,000 ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ബെനിഫിറ്റ്സ് ബിഷേഴ്സ് പലരും
തോമസിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മ നൽകിയ ഒരു സന്ദേശം. നമ്മുടെ ബത്തേരിയിലെ പല കാര്യങ്ങളും നമ്മളാണ് ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. മലങ്കര കത്തോലിക്ക സഭ ആദ്യത്തെ രൂപത സഭാ അസംബ്ലി നമ്മുടെ ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ സുവിശേഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയാണ് മിഷൻ വന്നത്. നമ്മൾ 2 മിഷൻ കേന്ദ്രം ഏറ്റെടുത്തിട്ടുണ്ട്. ആന്ധ്രയും ത്രിപുര എടുത്തിട്ടുണ്ട്. നമ്മുടെ ശ്രേയസിന്റെ പ്രവർത്തനം കൊണ്ട് മാറിയിട്ടുണ്ട്. യുവജനങ്ങൾ കഴിഞ്ഞ മാസം വണ്ടി പിടിച്ച് ആന്ധ്രയിൽ പോയിട്ടുണ്ട്. ചെറുപ്പക്കാരെ അവിടെ നിന്ന് ത്രിപുരയിൽ പോയിട്ടുണ്ട്. ജനവരിയുടെ പോയിട്ടുണ്ട്. നമ്മുടെ MCക്കാരൊക്കെ സിസ്റ്റേഴ്സോട് വർക്ക് ചെയ്യുന്നുണ്ട്. അച്ഛന്മാർ ബുദ്ധിമുട്ടുകൾക്ക് അവിടെയൊക്കെ നമ്മൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും. പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പാട് സുവിശേഷത്തിൻ്റെ ഒരു നന്മ അത് ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, ഈ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുന്ന വലിയ ആത്മീയ ശുശ്രൂഷയാണ്. സുവിശേഷം 25-ാം അധ്യായം 31 തുടങ്ങി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഇടത്ത് വലത്ത് ആൾക്കാർ നിൽക്കുമ്പോൾ വലത്ത് ഭാഗത്തുള്ളവരോട് നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് വിശന്നിരുന്ന ആഹാരം നൽകി, വസ്ത്രമില്ലായിരുന്നു വസ്ത്രം നൽകി, രോഗിയായിരുന്നു നിങ്ങൾ എന്താണ് മരുന്ന് നൽകി, സന്ദർശിക്കാമെന്നൊരു 5-6 നമുക്കറിയാവുന്ന കാരുണ്യ പ്രവർത്തികളാണ്. ദൈവത്തിൻ്റെ മുഖം കരുണയാണ്. ആത്മീയ കാരുണ്യ പ്രവർത്തികളാണ് പ്രാർത്ഥിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതും ദേവാലയത്തിൽ വരിക എന്നുള്ള ആരാധിക. ആത്മീയ കാരുണ്യ പ്രവർത്തികൾ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഭൗതികമായ കാരുണ്യ പ്രവർത്തകർ, ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ള ശുശ്രൂഷ. അപ്പോൾ ആ ഒരു ശുശ്രൂഷ നമ്മളെ ഈ തിരുനാളിൻ്റെ ഭാഗമായി രൂപതാ ദിനത്തിൻ്റെ ഭാഗമായി 2-3 വർഷമായിട്ട് നമ്മൾ നടത്തുകയാണ്. ആദ്യകാലങ്ങളിൽ ബിഷപ്പ് ചാരിറ്റി ഫണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ചാരിറ്റി ഇപ്പം നമ്മൾ ഹൗസിംഗ് പ്രോജക്റ്റാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ശ്രേയസ് ചെയ്തിരിക്കുന്ന വലിയ അത്ഭുതകരമായ ശുശ്രൂഷ അനേകായിരം ആൾക്കാർക്ക് ജാതി മതമൊന്നും നോക്കാൻ നമ്മളെ വിളിച്ചു തൊഴിൽ കൊടുത്തിട്ടുണ്ട്. അവരെ സ്തബ്ധം ചെയ്യാനായിട്ട് ഒരുപാട് പണികൾ നൽകിയിട്ടുണ്ട്. തിരുമേനി ഇവിടെ വന്ന് ഈ സാഹചര്യം കണ്ട് അദ്ദേഹം പള്ളികൾ പണിയുന്നതിന് മുമ്പ്, അരുമന പണിയുന്നതിന് മുമ്പ്, സെമിനാരി പണിയുന്ന ശ്രേയസ് വഴിയായിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട്, വസ്ത്രം കൊടുക്കാനായിട്ട് ആണ് പരിശ്രമം. ഇതിന് വലിയ വികസനത്തിൻ്റെ ഭാഗമാണ്. അതൊരു വളർന്നാണ് നമുക്കറിയാവുന്ന കുടുംബശ്രീ ആയിരിക്കുന്നത്. അന്തർദേശീയ സ്ഥലത്തിലൊക്കെ മാറി ശ്രേയസ് ഇപ്പോഴും നമുക്കറിയാവുന്ന പോലെ കാരിത്താസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സർവീസ് സെൻ്ററാണ്. നമ്മളെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. ഏതാണ്ട് 100 കോടി രൂപയോളമാണ് ഇപ്പോൾ പാവപ്പെട്ടവർക്ക് ശ്രേയസ് വഴിയായി എടുത്തു കൊടുത്തിരിക്കുന്നത് ശുശ്രൂഷിക്കാൻ. ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ സമഗ്രമായ വളർച്ച മനുഷ്യന്മാർ പറഞ്ഞിരിക്കുന്നത് ജീവിക്കുന്ന മനുഷ്യരാണ് ദൈവത്തിൻ്റെ മഹത്വം സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ള ഒരു സുവിശേഷമാണ് നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ജനിച്ച് 70-75-80 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നില്ല. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ കാര്യം. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ ഇടക്കര നിലമ്പൂർ മേഖല ചെന്ന അവസരത്തിൽ ഈ വലിയുള്ള മൊത്തമായ ഒരു അപ്പച്ചനുണ്ട്. മക്കളെല്ലാം അമേരിക്കയിലാണ്, ഡാളസിലാണ്. അപ്പച്ചൻ നമ്മുടെ ഈ വഹിച്ചെന്ന് പറഞ്ഞ് എല്ലാം നിങ്ങളും ഞാൻ ഒരു വീട് വെക്കാനുള്ള സ്ഥലം തരാമെന്ന് സ്ഥലം തന്നു. പിന്നെ മക്കൾ വീട് വെക്കാനായിട്ട് ഒരു പൈസ കൊടുക്കും. അപ്പോൾ അച്ഛന്മാർ പിതാ പോയിരുന്നു പ്രാർത്ഥിച്ചാൽ ഇവിടെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചത് കഴിഞ്ഞ് ഈ അപ്പച്ചനെ ഞാൻ ചോദിച്ചാൽ 2 വീട് വെക്കാനായിട്ടുള്ള സ്ഥലം കൊടുത്തു. പിതാക്കൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ കിടക്കുക അപ്പോൾ അങ്ങനെ 3 വീട് വെച്ചോടെ 3 മണി മൊത്തം അപ്പച്ചനാണ്. അപ്പോൾ ഇതുപോലെ ഹൈന്ദവരായ സഹോദരങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന മറ്റ് അനേകം ആൾക്കാരുമുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ദൗത്യബോധം, നമ്മുടെ സഭയുടെ ദൗത്യമായ നമ്മുടെ നിർബന്ധപൂർവ്വമല്ല, ഒരു 1000 രൂപ വർഷം എങ്ങനെ ഞാൻ എക്കണോമിക്സ് പറയാറുണ്ട്, ഒരു ഫലങ്ങളൊക്കെ പറയുന്നില്ല. കാരണം വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്കൊരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു 100 രൂപ വെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം 1000 കൊടുത്തു 40,000 ആൾക്കാർ 1000 വെച്ച് നമുക്ക് മിച്ചമാകും. അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയ ബേർഡനായിട്ട് മാറുന്ന 1000 രൂപ മിനിമം ഇപ്പോൾ അവൻ്റെ പദ്ധതിക്ക് ഞാൻ 1 വർഷം കൊടുക്കുമെന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തീരും. മറ്റ് സോഴ്സുകൾ നമുക്ക് അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് 10% കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോലിയുള്ള ആൾക്കാർ കഴിഞ്ഞ ഒരു ദിവസം എങ്ങനെ പറഞ്ഞത് നമ്മുടെ ഒരു ടീച്ചർ എൻ്റെ ഒരു വർഷത്തെ ഒരു മാസത്തെ ബേസിക് സാലറി അതിന് മുമ്പ് ഞാൻ നിലമ്പൂർ ദിവസങ്ങൾ അവിടെ ചെന്ന അവസരത്തിൽ ഒരു സമ്പാദനം വലിയ പൈസകളാണ് ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. 1 ലക്ഷം രൂപയുണ്ട്. ആരോട് പറയേണ്ട, പബ്ലിസിറ്റി കൊടുക്കേണ്ട, അത് ഭവനത്തിലേക്ക് എടുത്തോളാം. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്, ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടാൻ ഈ ഒരു ദൗത്യം എല്ലാവർക്കും കിടന്നിറങ്ങാവുന്ന ഒരു കുഞ്ഞ വീട് 6 ലക്ഷം രൂപ 5 സെന്റ് ഭൂമി കൊടുക്കുന്നത്. 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിമാനബോധമുള്ളവർ. ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനബോധമാണ്. എല്ലായ്പ്പോഴും
പറയാറുണ്ട്. ഞാൻ മലങ്കര കത്തോലിക്ക സഭയിൽ വൈദികനായ മെത്രാനായ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു മെത്രാനാണ്. എല്ലാവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളുടെ സഭ നല്ല സഭയാണ്, വൈദികങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാവരും ഒന്നുമായി വെച്ചിട്ടുള്ളത്. പിതാക്കന്മാരൊക്കെ എവിടെ വിളിച്ചാലും പിതാക്കന്മാരാണ്, പ്രത്യേക ഫോർമാലിറ്റി അച്ഛന്മാരങ്ങനെയാണ്, ആ സന്യസ്തൻ അങ്ങനെയാണ്. നമുക്കറിയാം, നമുക്കൊരു ശുദ്ധബോധം ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ്. എൻ്റെ ദൗത്യം എന്താണ്? അഭിമാന ബോധത്തോടുകൂടി ഞാൻ അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്ത് ബത്തേരിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് മർഫി, ലോക്കൽ ഡയസിലെ മർഫിയാണ്. അദ്ദേഹം നിങ്ങളുടെ ആ സമയത്തിൽ ഞാൻ 3 കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു ചെറിയ സമൂഹമായിട്ടുള്ള പ്രേയിങ് കമ്മ്യൂണിറ്റി, നിങ്ങളെ മുട്ടുകുത്തി പള്ളി വന്ന് ദീർഘമായി പ്രാർത്ഥിക്കേണ്ടപ്പോൾ ഞങ്ങളുടെ എത്തി പള്ളി വരാത്ത ആൾക്കാർ പള്ളി വരാൻ തുടങ്ങി. നമ്മൾ രാവിലെ എവിടെ 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, പള്ളി പോകാത്തവർക്ക് പള്ളി വരാനായിട്ട് ഇടിയായി അദ്ദേഹം പബ്ലിക്കായിട്ടൊന്ന് പ്രസംഗിച്ചാണ് എൻ്റെ സിദ്ധാന്തം. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ലവിങ് കമ്മ്യൂണിറ്റി, ആഡംബരത്തോളം പരസ്പരം സ്നേഹിക്കുന്ന മനസ്സിലാണ്. നിങ്ങൾ പള്ളി വന്ന് ഇറങ്ങിപ്പോയി മുഖത്തൊക്കെ വലിയ സന്തോഷമാണ്, ആഹ്ലാദമാണ്. എല്ലാ ആൾക്കാരും പള്ളിയിൽ പോയിട്ട് ഇറങ്ങിപ്പോൾ മൊസംബീരിൽ പോയിട്ട് പോകുമ്പോൾ ആൾക്കാരെ വിളിച്ച് നമ്മളുടെ സന്തോഷത്തോടെ പോകുന്നത്. വേറെ ലവിങ് കമ്മ്യൂണിറ്റി. മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഷെയറിങ് കമ്മ്യൂണിറ്റി. ആ ഷെയറിങ് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ 80, 85, 100 കിലോമീറ്റർ ദൂരെ നിന്ന് കാലയിൽ അമ്മമാരും പിതാക്കന്മാരും വിതരണങ്ങളൊക്കെ വന്നൊരു പ്രശ്നം കൊണ്ടായിരുന്നു. തിരിച്ചു ചെല്ലുമ്പോഴത്തെ 5 മണി ഞായറാഴ്ച ദിവസം വരാൻ പറ്റും. അവർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ച് MCയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് മാധവികയുടെ മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടാണ് ഞായറാഴ്ച മുഴുവൻ ഇതിനു വേണ്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്കറിയാവുന്ന അമേരിക്കയിലെ മനോഹരമാനുപതിയായി മറ്റ് സ്ഥലങ്ങളിൽ നമുക്കറിയാവുന്ന സാങ്കേതികളായിട്ടൊക്കെ ഇന്ന് ലോകം മുഴുവൻ വളർന്ന ഒരു സഭയായി മറ്റുള്ളവരെ വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു സഭയാണ് വികാസം മാറിയിട്ടുള്ള അടയാളങ്ങളൊക്കെ അച്ഛനാരോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കാര്യങ്ങളുടെ മനസ്സിൽ സ്വത്വബോധ ഐഡന്റിറ്റി, അത് സ്നേഹത്തിൻ്റെ കരുണയുടെ ഐഡന്റിറ്റിയാണ്. നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ശുശ്രൂഷകളൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാവരുടെയും കൂട്ടായ്മയിൽ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു സഭയാണ്. മൂന്നാമത്തെ കാര്യം നമുക്ക് ആത്മാഭിമാനം ഉള്ളടിച്ചുള്ള നിലക്കരക്കാരനാണ്. ഒരിക്കൽ ആദ്യം കോട്ടയത്തെ ദിവസം പറഞ്ഞു, ഈ കോട്ടയം മൈതാനത്ത് നിന്ന് ബാറക്കുമാർ സോൻകാലസ് എന്ന് പറഞ്ഞാൽ കുടിയേതായ സോൺ മലങ്കരക്കാരുണ്ട്. ഇവിടെ എത്ര മലങ്കരക്കാരുണ്ട്? കുടിയേതായ സോൺ എന്ന് പറയുന്നത് ഇത് മലങ്കരക്കാരൻ്റെ അഭിമാന ബോധം. അപ്പോൾ ഇത് നമ്മളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇടയാണ്. കൽപ്പറ്റ എന്നിവിടെ 1 ദിവസത്തിലെ ബാബാതിരുമേനാണ് തിരുമേൻ ബത്തേരിക്കാറുള്ളത്. ഈ ബത്തേരി വയനാടിൻ്റെ തലസ്ഥാനമല്ല കൽപ്പറ്റ. എനിക്കൊന്നും അറിയുന്നുണ്ട് തലസ്ഥാനം കൽപ്പറ്റയാണ്. ഇവിടെ കൽപ്പറ്റ നമുക്ക് നല്ലൊരു സമൂഹം, നമ്മുടെ പള്ളിയുടെ ഒരു സാന്നിധ്യം വളർത്തിയെടുക്കണം. ഈ പള്ളിയൊക്കെ പണിത് ഇവിടെയാണ് ഇവിടെ സംവിധാനങ്ങളാണ്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഈ വയനാട്ടിനോട് കയറി വയനാടിൻ്റെ ഗേറ്റാണ് നമ്മുടെ കൽപ്പറ്റ. അവിടെ മലങ്കര കത്തോലിക്ക സഭയുടെ നല്ല സാന്നിധ്യവും പ്രവർത്തനമൊക്കെ ഉറപ്പാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ സഭാതലത്തിൽ ഒരു പ്രസിഡന്റായ ആൾക്കാരൊക്കെ നോക്കാൻ എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ നമ്മുടെ സഭയുടെ ശുശ്രൂഷയാകണം. നമ്മളെല്ലാവരും വന്നതിലുള്ള സന്തോഷമായിരിക്കും. ഇതെൻ്റെ ഫീസിൻ്റെ ഒരു ആഘോഷമല്ല, നമ്മുടെ എല്ലാവരുടെയും ആഘോഷം. വേലകനായിരുന്നു നമ്മൾ ആഘോഷിക്കുന്നു, അതിന് സന്തോഷിക്കുന്നു. പറഞ്ഞ നല്ല വാക്കുകൾക്ക്, അതുപോലെ ഇവിടെ ചെയ്തതായിട്ടുള്ള സംഭാവനകൾക്ക്, അതുപോലെ തന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മുടെ ജനപ്രതിനിധികളൊക്കെ നടത്തിയതായിട്ടുള്ള നല്ല പ്രസംഗങ്ങൾക്ക്, ഇത് അതിമനോഹരമായിട്ട് ക്രമീകരിച്ച കാര്യത്തിന് ഈ വൈദിക മേഖലയിലുള്ള വൈദികർക്കും ഭാഷ പ്രോത്സാഹനക്കും ഇവിടെ ട്രസ്റ്റികളൊക്കെ കമ്മിറ്റികളും ഇതെല്ലാവരെയായി നമ്മുടെ രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയിൽ നിന്നാണ് വയറ്റിൻ്റെ അടുത്താണ് വിഷയത്തിൽ ആൾക്കാർ ഞാൻ ഇവിടെ കൊണ്ടുപോകാൻ പക്ഷേ അതിൻ്റെ അടുത്താണ് ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്നതിന് അതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ മനോഹരമായ ഭവനത്തെ തീർക്കുവാൻ ഇടയായിട്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിനെക്കൂടി നന്ദി പറഞ്ഞാണ് എല്ലാവർക്കും വിളിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്കൊരു സീറോവാണ് പിതാവ് ബത്തേരി രൂപതയുടെ അഭിനയനായ രൂപതാധ്യക്ഷനും CBCയുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന അഭിനയ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമേനി,
വികാരി ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് ഓലിക്കലച്ചൻ, പ്രൊപ്പറേറ്റർ ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി എൽദോ പീറ്റർ, സ്നേഹമുള്ള വൈദികരെ, സന്യസ്തരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് വലിയൊരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. രൂപതാ ദിനം ആഘോഷിക്കുമ്പോൾ രൂപതാ മക്കളുടെ ഒരു വലിയ കടമയും ഉത്തരവാദിത്വമാണ് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുക. രൂപതാ അധ്യക്ഷന്റെ ദിനം ആഘോഷിക്കുമ്പോൾ രൂപതാ അധ്യക്ഷന്റെ മക്കളുടെ വലിയ സന്തോഷമാണ് ആ സന്തോഷത്തില് പങ്കുചേരുക, അത് ആഘോഷമാക്കി മാറ്റുക എന്നുള്ളത്. ഇന്ന് ഇവിടെ ഇത് 2024 അഭിവന്ദ്യനായ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയില്, കൽപ്പറ്റ മേഖലയില് അഭിവന്ദ്യ പിതാവ് വന്നതിന് ശേഷം ചേർത്തുണ്ടാക്കിയിട്ടുള്ളതായ ഒരു മേഖലയാണ് നമ്മുടെ കൽപ്പറ്റ മേഖല. അത് നമുക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ അഭിവന്ദ്യ പിതാവ് കടന്നു വന്നു. ഈ ദേവാലയം അഭിവന്ദ്യ പിതാവിന്റെ സ്വന്തം ദേവാലയമാണ്. പിതാവ് വന്നതിന് ശേഷം പുനരുദ്ധരിച്ചതായ, പ്രത്യേകിച്ച് നിർമ്മിച്ചതായ ഒരു ദേവാലയമാണ് ഇത്. ഈ ദേവാലയത്തിലെ മധ്യസ്ഥ ഗോഡലൂപ്പി മാതാവ് പിതാവ് അവിടെ പോയി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അവിടെയുള്ളതായ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ഇവിടെ കടന്നു വന്ന് ഇതിനെ നമ്മുടെ സഹായത്തോടുകൂടി ഈ ദേവാലയം അതിന്റെ സാക്ഷാത്കാരം പൂർണ്ണമാക്കുവാനായിട്ട് ഇടയായി എന്നുള്ളത്. അങ്ങനെ ഈ ദേവാലയത്തിലും ഈ നമ്മുടെ കൽപ്പറ്റ മേഖലയിലേക്കും കടന്നു വന്നുകൊണ്ട് ഈ ഇടവക രൂപതാ ദിനവും അതുപോലെ തന്നെ അഭിവന്ദ്യ പിതാവിന്റെ തിരുനാൾ ആഘോഷവും ഒരുമിച്ച് നടത്തുമ്പോൾ അതിലേറെ സന്തോഷിക്കുന്നതായ ഞങ്ങൾ പ്രത്യേകിച്ച് ആ സന്തോഷം ഏറ്റുപറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ അഭിവന്ദ്യ പിതാവ് രൂപതയിലേക്ക് വന്ന് 1 മാസം കഴിഞ്ഞ ഉടനെ തന്നെ സ്വന്തം ഇരിപ്പിടങ്ങളൊക്കെ സുരക്ഷിതമാക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെടുകയാണ് ബിഷപ്പ് ചാരിറ്റി ഫണ്ട് ആരംഭിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ അവിടെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് പറയാനായിട്ട് കാര്യം. തീർച്ചയായിട്ടും ആ ഒരു വലിയ മനസ്സ്, പ്രത്യേകിച്ച് അഭിവന്ദ്യ പിതാവ് 14 വർഷം ഈ രൂപതയിൽ സേവനം ചെയ്ത് നിൽക്കുമ്പോൾ അതിപ്പോഴും അത് കൂടുതൽ ആർജവത്വത്തോടുകൂടി തന്മയത്വത്തോടുകൂടി അത് ചെയ്തു തീർക്കുന്നു. ബിഷപ്പ് ചാരിറ്റി ഫണ്ടിനെ അല്പം കൂടി ഉയർത്തി അത് ഹൗസിംഗ് പ്രോജക്റ്റ് ആയിട്ട് മാറ്റി അത് ജനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ അവസരത്തിൽ അഭിവന്ദ്യ പിതാവെ ദീർഘിപ്പിക്കുന്നില്ല. വണ്ടി അല്പം ലേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമയത്ത് അഭിവന്ദ്യ പിതാവിനോടുള്ളതായ ഏറെ സന്തോഷം ഏറ്റവും ആദരവോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അഭിവന്ദ്യ പിതാവിനെ തന്റെ അജമാന ശുശ്രൂഷകളില് താങ്ങി നിർത്തേണ്ടതായ 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മോൺസിഞ്ഞോർസ്, അതുപോലെ തന്നെ പ്രൊപ്പറേറ്റർസ്. ബഹുമാനപ്പെട്ട വൈദികരോടുള്ളതായ ഏറെ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു.